കഥ തുടരുന്നു. മോളെ, അനിരുദ്ധൻ ക്ഷീണിച്ചു തുടങ്ങിയ തൻ്റെ കൈകൾ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അച്ഛാ, എൻ്റെ അച്ഛാ, അച്ഛന് ഇങ്ങോട്ടൊന്ന് വരാനും എന്നെ ഒന്ന് കാണാനും തോന്നിയല്ലോ. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഗദ്ഗദം പൂണ്ട ശബ്ദത്തിൽ അവൾ തുടർന്നു. എനിക്ക് സന്തോഷമായി. അച്ഛന് എന്നോട് പിണക്കമില്ലല്ലോ. മറ്റാരൊക്കെ പിണങ്ങിയാലും എനിക്ക് അച്ഛൻ മാത്രം മതി. അവളുടെ ഏങ്ങലടി കൂടി. അനിരുദ്ധൻ മൃദുവായി അവളുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. അവളുടെ ആ സ്നേഹവും സന്തോഷവും കണ്ടപ്പോൾ അനിരുദ്ധൻ ശരിക്കും പതറിപ്പോയി. താൻ പറയാമെന്നത് പറയണോ വേണ്ടയോ എന്ന് പോലും അയാൾ സംശയിച്ചു. മെല്ലെ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അയാൾ അവളുടെ നനഞ്ഞ കവിൾത്തടം തുറയ്ക്കുകയും നെറ്റിയിൽ സ്നേഹത്തോടെ ചുണ്ടമർത്തുകയും ചെയ്തു. മീര മറ്റെല്ലാം മറന്നുപോയി. തൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നത് മീനാക്ഷി അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് മുന്നറിയിപ്പ് തന്നിരുന്നതൊന്നും അവളുടെ ഓർമ്മയിലെത്തിയില്ല. അച്ഛൻ ഭാഗത്തിരിക്കാം. സന്തോഷത്തോടെ അവൾ അയാളെ കൈപ്പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാതിലിന് പിന്നിൽ രാധികയും രേഷ്മയും നിൽക്കുന്നത് അവൾ കണ്ടു. അവർ പിൻവാങ്ങിയപ്പോൾ ശാന്തയും കമലയും വന്ന് എത്തി നോക്കി. പുച്ഛം നിറഞ്ഞ നോട്ടം. അനിരുദ്ധനെ കസേരയിൽ ഇരുത്തിയിട്ട് മീര കിച്ചണിലേക്ക് ഓടി. സോഡ മേക്കറിൽ നിന്ന് സോഡയുണ്ടാക്കി അതിൽ നാരങ്ങ നീരും പഞ്ചസാരയും ചേർത്ത് വേഗം കൊണ്ടുവന്ന് അച്ഛന് കൊടുത്തു. മകളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഒത്തിരി ദാഹമുള്ളതുപോലെ അയാളത് കുടിച്ചു. മീര ഗ്ലാസ് തിരികെ വാങ്ങി കയ്യിൽ വെച്ചുകൊണ്ട് അയാളുടെ അരികിൽ തന്നെ നിന്നു. അച്ഛൻ എങ്ങനെയാ വന്നത്? കാറിൽ. റോഡിൽ കിടപ്പുണ്ട് കാർ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ അച്ഛാ? അനിരുദ്ധൻ വെറുതെ മോളി. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും. മറുപടി പറയാതെ അയാൾ പുഞ്ചിരിച്ചു. അച്ഛൻ താൻ അവിടെ നിന്ന് പോന്നതിന് ശേഷം ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് മീരയ്ക്ക് തോന്നി. അനിരുദ്ധൻ മുറിയാകെ ഒന്ന് നോക്കി. പലവട്ടം വന്നിട്ടുണ്ട് ശിവരാജനോടൊപ്പം. അന്നത്തേതിനേക്കാൾ കാര്യമായ മാറ്റമൊന്നുമില്ല. ടിവിയും ഫർണിച്ചറും പുതുക്കി എന്നതൊഴികെ. ഇനി എന്ത് ചോദിക്കണമെന്ന് മീരയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാൽ എന്തൊക്കെയോ ഉണ്ട് താനും. ഒക്കെ മറന്നു പോയിരിക്കുന്ന പോലെ. മോളെ, അവർക്കിടയിൽ വന്നു ചേർന്ന മൗനം മുറിച്ചുകൊണ്ട് അനിരുദ്ധൻ വിളിച്ചു. എന്തോ? അച്ഛൻ തിടുക്കത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു. ഗോകുൽ നിന്നോട് പറഞ്ഞില്ലേ? അവൾ തലയാട്ടി. വീട്ടിലെ കാര്യം നിനക്കറിയാമല്ലോ. കമ്പനി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നാൽ അച്ഛൻ പിന്നെ ജീവനോടെ കാണില്ല എന്ന് പറയാം. മോളെ, മീനാക്ഷിയമ്മയ്ക്ക് വലിയ കാര്യമാണല്ലോ. ഏതായാലും എനിക്കും നിനക്കും ചതിവ് പറ്റിപ്പോയി. എങ്കിലും നീ സ്നേഹത്തോട് പറഞ്ഞാൽ മീനാക്ഷിയമ്മ അത് കേൾക്കും. എൻ്റെ കാലം കഴിയുന്നതുവരെയെങ്കിലും മറ്റു നടപടികൾക്കൊന്നും മുതിരരുത് എന്ന് പറയുക. രാജീവും ബാമയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞാൽ അച്ഛൻ്റെ കാര്യം എങ്ങനെയായിത്തീരുമെന്ന് മോൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. മീരയ്ക്ക് വല്ലാത്ത പ്രയാസമായി. അച്ഛൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൾക്ക് നന്നായിട്ടറിയാം. എന്നാലും ഗോകുലിൻ്റെ അമ്മയോട് താനെങ്ങനെ പറയും? മോളെന്താ മിണ്ടാത്തത്? ഞാൻ പറഞ്ഞു നോക്കാം അച്ഛാ. ഒന്ന് മൂളിക്കൊണ്ട് അനിരുദ്ധൻ എഴുന്നേറ്റു. സൗഹൃദത്തിൻ്റെ ഭാഷ കൊണ്ട് എല്ലാം ശരിയാകുന്നെങ്കിൽ അങ്ങനെയൊന്ന് കരുതിയ അച്ഛൻ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് മടങ്ങിയില്ലെങ്കിൽ ബാമയ്ക്കും രാജീവിനും സംശയം തോന്നും. ഇത്ര പെട്ടെന്ന് പോകണോ അച്ഛാ? ഊണ് കഴിച്ചിട്ട് അവൾ പൂർത്തിയാക്കും മുമ്പ് അയാൾ തടഞ്ഞു. വേണ്ട മോളെ, ഭാഗ്യമുണ്ടെങ്കിൽ അതൊക്കെ മറ്റൊരു അവസരത്തിലാവാം. അവളുടെ മുടിയിൽ സ്നേഹപൂർവ്വം ഒന്ന് തടവിക്കൊണ്ട് അയാൾ വാതിക്കലേക്ക് നീങ്ങി. മീരയും പിന്നാലെ ചെന്നു. എന്നാൽ ആ നേരത്തെ ഗേറ്റ് കടന്ന് മീനാക്ഷി അമ്മയുടെ കാർ പോർച്ചിലേക്ക് വരുന്ന കണ്ടപ്പോൾ ഇരുവരും പകച്ചുപോയി. ചോര ആവിയായി പോയതുപോലെ അവർ വിളറി നിന്നു. ദാസപ്പൻ ഇറങ്ങി ഡോർ തുറക്കുന്നതിന് മുമ്പ് തന്നെ മീനാക്ഷി അമ്മ പുറത്തിറങ്ങി. തറ ചവിട്ടിക്കുലുക്കി രോഷത്തോടെ സിറ്റൗട്ടിലേക്ക് വന്നു. കണ്ണടയ്ക്കുള്ളിൽ അവരുടെ കണ്ണുകൾ വൈരപ്പൊടി തൂവിയതുപോലെ ജ്വലിച്ചു. അനിരുദ്ധ, അവരുടെ ശബ്ദമുയർന്നു. ഈ വീട്ടിൽ കാൽ കുത്തിപ്പോകരുതെന്ന് തന്നോട് പണ്ടേ പറഞ്ഞിരുന്നില്ലേ ഞാൻ? അത്യാവശ്യമായി മീരയൊന്ന് കാണാൻ ഫോണിൽ വിളിച്ചാൽ ഇവളെ കിട്ടാറില്ല. അയാൾ ശരിക്കും പതറി. മീനാക്ഷി അമ്മ പുറത്തേക്ക് കഴിച്ചുകൊണ്ടി. എൻ്റെ വീടായി പോയതുകൊണ്ട് തൻ്റെ കരണം അടിച്ചു പുകയ്ക്കുന്നില്ല ഞാൻ. ഇത്തവണത്തേക്ക് മാത്രം. ഇറങ്ങിക്കോ വെളിയിൽ. അവരുടെ ചൂണ്ടുവിരൽ നിന്ന് വിറയ്ക്കുന്നത് അനിരുദ്ധനും മീരയും കണ്ടു. മകളെ ഒന്ന് നോക്കിയിട്ട് കുനിഞ്ഞ ശിരസോടെ അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. മീനാക്ഷി അമ്മ മീരയ്ക്ക് നേരെ കയർത്തു. നോക്ക്, ഇത് ആദ്യത്തേതും അവസാനത്തേതും ആയിരിക്കണം. എൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെങ്കിലും പറയുകയാണ്. നിൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റ നായ്പോലും ഇനി ഈ പടി ചവിട്ടിക്കൂടാ. മനസ്സിലായോ? സ്വയം നിന്ന് ഒരുകയാണെങ്കിലും മീര തലയാട്ടി. പോകത്ത്. തന്തയെന്നും പറഞ്ഞ് കയറി വരുന്നവരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും അവളിരിക്കുന്നു. മീനാക്ഷിയമ്മ അവളുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് നോക്കി. അയാളെ സൽക്കരിച്ച ഗ്ലാസ് പോലും ഇനി ഇവിടെ കാണരുത്. അവർ തിരിഞ്ഞ് ഡ്രൈവറെ വിളിച്ചു. ദാസപ്പ. ഡ്രൈവർ ഓടിയെത്തി. ഈ ഗ്ലാസ് ഗേറ്റിന് പുറത്തെ ഓടയിൽ കൊണ്ടുപോയി കളയി. ദാസപ്പൻ മീരയ്ക്ക് നേരെ കൈനീട്ടി. നിസ്സഹായതയോടെ മീര വിറപ്പുണ്ട വിരലുകൾ കൊണ്ട് ഗ്ലാസ് കൊടുത്തു. പിന്നെയും മീരയെ ശകാരിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ അകത്തേക്ക് പോയി. ഗേറ്റിങ്ങിൽ നിന്ന് അനിരുദ്ധൻ സങ്കടത്തോടെ തിരിഞ്ഞു നോക്കുന്നതും പിന്നെ കാറിൽ കയറുന്നതും കണ്ടിട്ട് മീരയും പിൻവാങ്ങി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് മീനാക്ഷി അമ്മ കമ്പനിയിലേക്ക് മടങ്ങി. അപ്പോഴാണ് പുറത്തെങ്ങോ പോയിരുന്ന ഗോകുൽ മടങ്ങിയെത്തിയത്. മുറിയിൽ തലയിണയിൽ മുഖം അമർത്തി കിടക്കുന്ന മീരയെ കണ്ടപ്പോൾ തന്നെ അവന് പന്തിക്കേട് തോന്നി. എന്തു പറ്റി മീരെ? ഞെട്ടലോടെ അവൾ തലയുയർത്തുകയും മുഖം തുറച്ചുകൊണ്ട് എഴുന്നേൽക്കുകയും ചെയ്തു. ഒന്നുമില്ല. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കലങ്ങിയ കണ്ണുകളും കണ്ണീർ ഉണങ്ങി പറ്റിയ മുഖവും അത്തരം ഒരു മറുപടിക്ക് അനുയോജ്യമായിരുന്നില്ല. പറ, എന്താണെങ്കിലും. ഞാൻ കൂടി അറിയട്ടെ. നിന്റെ ഭർത്താവായി പോയില്ല ഞാൻ. അവൻ കട്ടിലിലിരുന്നു.
മീര പക്ഷേ പറഞ്ഞില്ല. അവൻ വീണ്ടും നിർബന്ധിക്കുകയും ഇനി ദേഷ്യപ്പെടുമെന്ന് തോന്നുകയും ചെയ്തപ്പോൾ അവൾ പറയാൻ സന്നദ്ധയായി. എല്ലാം കേട്ടുകഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് മുറിയിലൂടെ 2-3 ചാൽ നടന്നു. പ്രയോജനമുണ്ടാകുമെന്ന് തീർച്ചയില്ല, എങ്കിലും നമുക്ക് ഒരു കൈ പയറ്റി നോക്കാം. നിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ എൻ്റെ അമ്മ സ്വത്തുക്കൾ കൈക്കലാക്കിയെന്ന് കാണിച്ച് നമുക്കൊരു കേസ് ഫയൽ ചെയ്യാം. എന്താ? അയ്യോ, അത് വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. തൽക്കാലം അമ്മയെ പിണക്കാൻ ഞാനില്ല. ഇത് തന്നെയാണ് കുഴപ്പം. ഓരോ തവണയും നീ ഇങ്ങനെ സ്വയം തോൽക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് ഒരിക്കലും നിന്നെ സഹായിക്കാനേ കഴിഞ്ഞില്ലെന്ന് വരും. ഏതായാലും നീ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. നേരായ വഴിയെ പോയാൽ അമ്മ ഒന്നും വിട്ടുതരില്ല. മീര തലയാട്ടി. നീ കഴിച്ചോ? ഇല്ല, പക്ഷേ വിശപ്പില്ല. അവസാരമില്ല, വാ. അവനെ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മീരയ്ക്ക്. ഗോകുലിന് പിന്നാലെ ഡൈനിങ് റൂമിലേക്ക് ചെല്ലുമ്പോൾ രാധികയും രേഷ്മയും ശാന്തയും കമലയും ഉണ്ട് അവിടെ. അവർ കഴിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇരുവരെയും കണ്ടപ്പോൾ അവർ പരസ്പരം ഒന്ന് നോക്കി. പിന്നെയും 2 കസേരകൾ അവിടെ ഒഴിഞ്ഞുകിടന്നിരുന്നു. ഒന്നിൽ ഗോകുലിരുന്നു. നീയുമിരിക്കെ, അടുത്ത കസേരയിലേക്ക് കഴിച്ചുകൊണ്ട് അവൻ മീരയോട് പറഞ്ഞു. ഞാൻ പിന്നെ ഇരുന്നോളാം. അവൾ പരുങ്ങി. അത് നീയല്ല തീരുമാനിക്കുന്നത്. ഭർത്താവിനെ അനുസരിക്കാനും ഭർത്താവിൻ്റെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അധികാരവുമുണ്ട് ഭാര്യയ്ക്ക്. ബലമായി തന്നെ അവൻ അവളെ കസേരയിൽ പിടിച്ചിരുത്തുകയും അവൾക്ക് മുന്നിൽ പാത്രം വെച്ച് അതിലേക്ക് ചോറ് നീക്കിയിടുകയും ചെയ്തു. അതൊട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ ദേഷ്യത്തോടെ തൻ്റെ പാത്രം മുന്നോട്ട് തള്ളി നീക്കി വെച്ചിട്ട് രാധിക എഴുന്നേറ്റ് പോയി. കയ്യിലെടുത്ത ചോറ് പാത്രത്തിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് രേഷ്മയും എഴുന്നേറ്റു. ശാന്തയും കമലയും അല്പനേരം കൂടി അവിടെ ഇരുന്നെങ്കിലും സൂത്രത്തിൽ അവരും എഴുന്നേറ്റ് പോയി. ഗോകുൽ മെല്ലെ ചിരിച്ചുകൊണ്ട് മീരയ്ക്ക് നേരെ തിരിഞ്ഞു. അവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ ഇവിടെ ഇരുത്തിയത്. ഇനി നിനക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. അമ്പരപ്പിനിടയിലും മീരയുടെ ചുണ്ടിൽ ഒരു ചിരി മുട്ടിടുന്നത് ഗോകുൽ ശ്രദ്ധിച്ചു. വൈകിട്ട് നവരത്ന ബാറിൽ വെച്ച് മീരയുടെ ആങ്ങള രാജീവും പ്രസാദും ഒത്തുചേർന്നു. ഒരു റൗണ്ട് അകത്താക്കി കഴിഞ്ഞപ്പോൾ പ്രസാദ് തിരക്കി. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ തിരക്കിയോ രാജീവേ? അച്ഛനോട് നേരിട്ട് തന്നെ ചോദിച്ചു, പക്ഷേ സമ്മതിച്ചില്ല. എങ്കിലും ആ മുഖഭാവത്തിൽ നിന്ന് സംഗതി സത്യമാണെന്ന് എനിക്ക് ഉറപ്പായി. ഇനി അച്ഛൻ ഗോകുലം അച്ചാർ കമ്പനിയിൽ പോയത് എന്തിനാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അരണ്ട വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് രാജീവ് വേറെ വിളിക്കുകയും വീണ്ടും മദ്യത്തിന് ഓർഡർ കൊടുക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ ശർമിളയുടെ ആങ്ങള സന്ദീപ് ബാറിലേക്ക് കയറി വരുന്നത് രാജീവ് കണ്ടു. അളിയ, സന്ദീപ് ഇങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട, തൽക്കാലം അവൻ എന്നെ കാണണ്ട. അതെന്താ? കുറച്ചു കാലം അവൻ്റെ മുന്നിൽ എനിക്ക് നല്ല കുട്ടിയായി അഭിനയിച്ചേ പറ്റൂ. കാര്യമൊക്കെ പിന്നീട് പറയാം. കൗണ്ടറിനരികിൽ നിന്ന് സന്ദീപ് ചുറ്റും നോക്കുന്നത് കണ്ടപ്പോൾ പ്രസാദ് ഒരു തൂണിനെ മറയാക്കി തൻ്റെ കസേര പിന്നോട്ട് അല്പം നീക്കിയിട്ടു. കൗണ്ടറിനരികിൽ നിന്നുകൊണ്ട് തന്നെ സന്ദീപ് 2 പെഗ് അകത്താക്കുകയും ചെയ്തു. പെട്ടെന്ന് മടങ്ങുകയും ചെയ്തു. അളിയ, സസ്പെൻസില്ലാതെ കാര്യമങ്ങ് പറ, രാജീവ് പ്രോത്സാഹിപ്പിച്ചു. ഒരു നിമിഷം ചിന്തിച്ചിരുന്നിട്ട് പ്രസാദ് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഈ ഇരിക്കുന്ന നമ്മൾ 4 പേരല്ലാതെ മറ്റാരും ഒന്നും അറിയരുത്. ഇല്ല, പ്രോമിസ്. രാജീവും സുഹൃത്തുക്കളും കൈനീട്ടി. ഗ്ലാസ്സിൽ മിച്ചമന്ത് കൂടി വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് പ്രസാദ് അറിയിച്ചു. രാജീവിനറിയാമല്ലോ, ഈ സന്ദീപ് ഗോകുൽ പറയുന്നതിനപ്പുറം പോകില്ലായിരുന്നു. അക്കാലത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അവൻ സമ്മതിച്ചു തരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നതേ അവൻ ചെയ്യൂ. മാത്രമല്ല, ശർമിളയെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാണ് ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ നല്ല കുട്ടിയായി അവൻ്റെ മുന്നിൽ അഭിനയിക്കണ്ടേ? വേണം, രാജീവ് ഉച്ചത്തിൽ ചിരിച്ചു. അടുത്ത ടേബിളുകൾക്കരികിൽ ഉണ്ടായിരുന്നവരൊക്കെ അവനെ തുറച്ചു നോക്കി. രാജീവ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. വാസ്തവത്തിൽ അളിയന് ഇതൊരു പകപോക്കലിൻ്റെ സംതൃപ്തി കൂടി തരും. കാരണം പണ്ടെങ്ങോ അവളോട് ഇഷ്ടമാണെന്ന് അളിയൻ പറഞ്ഞപ്പോൾ അവളെങ്ങനെ പ്രതികരിച്ചതെന്ന് ഓർമ്മയില്ലേ? മങ്ങിയ വെളിച്ചമേ ഉണ്ടായിരുന്നെങ്കിലും പ്രസാദിൻ്റെ മുഖത്തെ വിളർച്ച മറ്റുള്ളവർ കണ്ടു. അതെ, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല രാജീവേ. 1-ന് 10 അവൾക്ക് തിരിച്ചു കൊടുക്കും ഞാൻ. അവൻ്റെ പല്ലുകൾ ഞെരിയുന്ന ശബ്ദം അവർ കേട്ടു. 2 ദിവസങ്ങൾ കഴിഞ്ഞു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. രാവിലെ ഗോകുൽ പുറത്തേക്ക് പോകാനായി സിറ്റിംഗ് റൂമിലെത്തിയപ്പോൾ ഫോൺ ശബ്ദിച്ചു. എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിന്നിട്ട് അവൻ റിസീവർ എടുത്തു. ഹലോ, ഗോകുലമല്ലേ? ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം. ആ, അത്ര താല്പര്യമില്ലാതെ അവൻ പ്രതിവചിച്ചു. ഉത്രയൊന്ന് കിട്ടുമോ? നിങ്ങളാരാ? ഗോകുൽ നെറ്റി ചുളിച്ചു. കൂടെ പഠിക്കുന്നതാ. ഓ, അവൾ പനിയായിട്ട് കിടക്കുകയാ, വിളിച്ചു നോക്കാം. റിസീവർ മാറ്റി വെച്ചിട്ട് അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു. ഉത്രേ, മോളെ, നിനക്കൊരു ഫോൺ. സാജിൻ്റെ മകൾ ഉത്ര പനിയായിട്ട് കിടക്കുകയാണെന്ന് മീര പറഞ്ഞാണ് ഗോകുൽ അറിഞ്ഞത്. +2-ന് പഠിക്കുന്ന ഉത്ര 2 ദിവസമായി സ്കൂളിൽ പോയിട്ട്. അവൾ പടിയിലിറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഗോകുൽ പുറത്തേക്ക് പോയി. ബൈക്കിൽ കയറിയപ്പോഴാണ് പേഴ്സ് എടുത്തില്ലെന്ന് ഓർത്തത്. അവൻ തിരികെ വരുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഉത്ര. അവനെ കണ്ടതേ കള്ളം പിടിക്കപ്പെട്ടതുപോലെ ഒരു ഭാവം ഉത്രയുടെ മുഖത്തുണ്ടായി. ശരി എന്നുകൂടി പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് റിസീവർ വയ്ക്കുകയും ഗോകുലിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ കോണിപ്പടികൾ കയറി പോവുകയും ചെയ്തു. ഉത്രയ്ക്ക് പനിയൊന്നുമില്ലെന്നാണ് ഗോകുലിന് അപ്പോൾ തോന്നിയത്. അവൾ ബാൽക്കണിയിൽ മറയുന്നതുവരെ അവൻ നോക്കി നിന്നു. എന്തേ പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നത്? മീരയുടെ ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു. പേഴ്സ് എടുത്തില്ല. അടുക്കളയിലേക്ക് പോകാൻ തന്നെ മീരയോട് അവൻ തിരക്കി. ഉത്രമോൾക്ക് പനിയാണെന്ന് നീ പറഞ്ഞല്ലോ. അതെ, എന്താ? എന്തോ അവളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതൊന്നും എനിക്കറിയില്ല. ശാന്തേച്ചി രാധികേച്ചിയോട് പറയുന്നതാണ് ഞാൻ കേട്ടത്.
ഒന്ന് മൂളിയിട്ട് മുറിയിൽ കയറി പേഴ്സും എടുത്തുകൊണ്ട് ഗോകുൽ എവിടേക്ക് പോയി. മടങ്ങി വന്നത് സന്ധ്യയോടടുത്ത് നേരത്താണ്. ഗേറ്റ് കടന്നപ്പോൾ തന്നെ മുറ്റത്ത് 4-5 വാഹനങ്ങൾ കിടക്കുന്നതും ചിലരൊക്കെ നിൽക്കുന്നതും കണ്ട് അവൻ നെറ്റി ചുളിച്ചു. ബൈക്ക് നിർത്തി അവനിറങ്ങി. അവന് പിന്നാലെ ഒരു പോലീസ് ജീപ്പ് മുറ്റത്തെത്തി ബ്രേക്കിട്ടു. അരുതാത്തതെന്തോ നടന്നു കഴിഞ്ഞെന്ന് അവൻ ഉറപ്പായി. മീരയ്ക്ക് എന്തെങ്കിലും അറിയാതെ അവൻ്റെ ഹൃദയതാളം മുറുക്കി. പോലീസ് ജീപ്പിൽ നിന്ന് SIയും 2 പോലീസുകാരും ഇറങ്ങി. SIയുടെ മുഖം കണ്ടപ്പോഴേ ഗോകുലിൻ്റെ മുഖം ഇരുണ്ടു. SI സത്യപാലൻ. ഇയാളാണ് തന്നെയും മീരയെയും ഹോട്ടലിൽ നിന്ന് റെയ്ഡ് എന്ന പേരിൽ പിടികൂടുകയും പറഞ്ഞ സത്യങ്ങളൊന്നും വിശ്വസിക്കാതെ നിർബന്ധപൂർവ്വം വിവാഹം കഴിപ്പിച്ചതും. സത്യപാലന് ഗോകുലിനെ അടിമുടിയൊന്ന് നോക്കി. ദാമ്പത്യമൊക്കെ സുഖകരമാണോ ഗോകുലെ? ബാട്ടൺ കയ്യിലെടുത്ത് പതുക്കെ തിരിച്ചുകൊണ്ട് സത്യപാലൻ തിരക്കി. അസുഖമൊന്നുമില്ല. ഒട്ടും സൗഹാർദ്ദമില്ലാതെ തന്നെ അവൻ മറുപടി പറഞ്ഞു. സത്യപാലൻ്റെ മുഖം ഇരുണ്ടു. അയാൾ തിരിച്ചെന്തോ പറയാൻ ഭാവിക്കുമ്പോഴേക്കും അകത്തുനിന്ന് പ്രസാദ് ഓടിയെത്തി. വാ സാറേ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. SIയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നിടയിൽ പ്രസാദ് തിരിഞ്ഞു നോക്കി. ഇങ്ങനെ നിന്നാൽ മതിയോ ഗോകുലെ? വേഗം വാ. അപ്പോഴും കാര്യമെന്തെന്നറിയാതെ ഗോകുൽ പകച്ചു. മുറ്റത്ത് ഡ്രൈവർ ദാസപ്പനുണ്ടായിരുന്നു. ഗോകുൽ അയാളോട് കാര്യം തിരക്കി. അപ്പോൾ കുഞ്ഞൊന്ന് പറഞ്ഞില്ലേ? സാജൻ മോൻ്റെ മകള് ഉത്രയെ കാണാനില്ല. രാവിലെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന രംഗമാണ് അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞത്. അതിന് അവളിന്ന് സ്കൂളിൽ പോയിരുന്നോ? കുറച്ച് താമസിച്ചാ പോയത്. കൂടുതലൊന്നും ചോദിക്കാതെ ഗോകുൽ സിറ്റിംഗ് റൂമിലെത്തി. കരയുന്ന മട്ടിൽ ഇരിക്കുകയാണ് സാജൻ. അയാളുടെ അരികിൽ കരഞ്ഞു കലങ്ങി ശാന്തയും. ശരത്ത് SIയോട് സംസാരിക്കുകയാണ്. സാധാരണ പ്രിൻസിപ്പോനും മേഘയുമൊക്കെ വരുമ്പോൾ തന്നെ ആണ് ഉത്രയും വരാറുള്ളത്. മേഘ പറയുന്നു ഇന്ന് ഉത്ര സ്കൂളിൽ ചെന്നിട്ടേ ഇല്ലെന്ന്. പരീക്ഷ അടുത്ത് വരുന്നതുകൊണ്ട് റെക്കോർഡുകൾ ഒപ്പിട്ട് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാണ് ഉത്ര 11 മണി കഴിഞ്ഞ് സ്കൂളിൽ പോയത്. ആരാ മേഘ? SI ചോദിക്കുന്നു. എൻ്റെ മോളാ. +1 പഠിക്കുകയാ. SI ഒന്ന് മൂളി. നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചോ? ഉവ്വ്. അവളുടെ കൂട്ടുകാരികളുടെ അടുത്തോ ഞങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തോ ഒന്നും ചെന്നിട്ടില്ല. കുട്ടിയുടെ അമ്മ ആരാ? ഞാനാ. ശാന്ത കണ്ണീരോടെ പറഞ്ഞു. ഇക്കാലത്തെ കുട്ടികളുടെ കാര്യമായതുകൊണ്ട് ചോദിക്കുന്ന അവൾക്ക് ഏതെങ്കിലും ആൺകുട്ടികളുമായി? ഇല്ല, ശാന്ത തീർത്തു പറഞ്ഞു. അങ്ങനെ യാതൊന്നുമില്ല. SI തലയാട്ടി. ഇന്ന് ആരെങ്കിലും ഉത്രയെ ഫോണിൽ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല. അതിന് മറുപടി നൽകിയത് ശാന്തയാണ്. ആ പറഞ്ഞത് ശരിയല്ല ഇൻസ്പെക്ടർ. ഗോകുലിന് പറയാതിരിക്കാനായില്ല. രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവളെ ഫോണിൽ വിളിച്ചിരുന്നു. ഗോകുൽ, നീ അനാവശ്യം പറയരുത്. മീനാക്ഷി അമ്മ കയർത്തു. ഞാൻ പറഞ്ഞത് സത്യമാണ് ഇൻസ്പെക്ടർ. ഞാനാണ് ഫോൺ അറ്റൻഡ് ചെയ്തതും അവളെ വിളിച്ച് റിസീവർ കൈമാറിയതും. മീനാക്ഷി അമ്മ വിളറിപ്പോയി. ഇനി താൻ അവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് തോന്നിയതുകൊണ്ട് ഗോകുൽ മുറിയിലേക്ക് നടക്കാനാഞ്ഞു. ഗോകുൽ, വിളിച്ചയാൾ പേര് പറഞ്ഞോ? സത്യപാലൻ തിരക്കി. ഇല്ല, കൂടെ പഠിക്കുന്ന ആളാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ മുറിയിലെത്തി. അല്പം കഴിഞ്ഞ് മീര അങ്ങോട്ട് വന്നു. ഗോകുൽ അങ്ങനെ പറയണ്ടായിരുന്നു. അതെന്താ? അവൻ നെറ്റി ചുളിച്ചു. ഫോൺ വന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു. പുറത്ത് പറഞ്ഞാൽ നാണക്കേടാവുമെന്ന് കരുതി മിണ്ടാതിരുന്നതാ. അത് ശരി. അവൻ തലകുലുക്കി. അച്ചാർ കമ്പനിയിൽ അക്ഷമയോടെ ഇരിക്കുകയായിരുന്നു രാജീവ്. ഹാഫ് ഡോർ തള്ളി തുറന്ന് പ്രസാദ് അകത്തേക്ക് കയറി വന്നു. രാജീവ് മുന്നോട്ട് ആഞ്ഞിരുന്നു. എന്തായി കാര്യങ്ങൾ? ഫോൺ ചെയ്ത് തിരക്കിയാൽ ആരെങ്കിലും സംശയിക്കുമെന്ന് കരുതിയാണ് ഞാൻ വിളിക്കാതിരുന്നത്. പറയാം. വല്ലാത്ത ദാഹം. വല്ലതും ഇരിപ്പുണ്ടോടാ? രാജീവ് എഴുന്നേറ്റ് അലമാര തുറന്ന് പാതിയൊഴിഞ്ഞ മദ്യക്കുപ്പി എടുത്ത് പ്രസാദിന് നീട്ടി. അവനത് വാങ്ങി 2-3 കവിൾ അകത്താക്കിയിട്ട് ചുണ്ടു തുറച്ചു. ഇനി പറ പ്രസാദ്, എന്തായി? എന്താകാൻ? പോലീസും ഞങ്ങളും തകർത്തു പിടിച്ചുള്ള അന്വേഷണത്തിലാണ്. ഒരു തുമ്പും കിട്ടിയിട്ടില്ല. രാജീവ് തലയാട്ടി. അതങ്ങനെ തന്നെ പോകും. ഏറ്റ കാര്യം ഞാൻ ഭംഗിയായി നടത്തി തന്നില്ലേ? രാജീവ് സ്വന്തം നെഞ്ചിൽ തട്ടി. പക്ഷെ പ്രസാദേ, സംഗതി പിടിക്കപ്പെട്ടാൽ അത് ശർമ്മിളയുടെ വീട്ടുകാരുടെ മേൽ പഴി വരണം എന്ന് നീ പറഞ്ഞതാ എനിക്കിപ്പോഴും അങ്ങോട്ട് വ്യക്തമാകാത്തത്. പ്രത്യേകിച്ചും സന്ദീപിൻ്റെ മേൽ. മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് മെല്ലെ കൈവിരലുകൾ കൊണ്ട് തിരിക്കുന്നതിനിടയിൽ പ്രസാദ് ചിരിച്ചു. അതാണ് തന്ത്രം. പ്രസാദ് ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. ഗോകുലത്തിലുള്ളവരും സാഗരത്തിലുള്ളവരും തമ്മിൽ അകന്നു തന്നെ നിൽക്കണം. അതെൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഉത്ര ഒളിച്ചോടാൻ പ്രോത്സാഹിപ്പിച്ചതും സഹായം ചെയ്തു കൊടുത്തതും സന്ദീപാണെന്ന് പറഞ്ഞാൽ മീനാക്ഷി ആൻറ്റിയും മറ്റും അത് വിശ്വസിക്കുക തന്നെ ചെയ്യും. കാരണം ഗോകുൽ അവരോട് ചെയ്തതിൻ്റെ പകയാണെന്നേ കരുതും. അതുകൊണ്ട് എനിക്കുള്ള പ്രയോജനം എന്തെന്ന് തിരക്കിയാൽ ശർമ്മിളയെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ ഭാസ്കരനെങ്കിലും മറ്റും തീരുമാനിച്ചാൽ ഗോകുലത്തിൽ നിന്ന് യാതൊരു എതിർപ്പും ഉണ്ടാവുകയുമില്ല. രാജീവ് തലയാട്ടി കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് പ്രസാദ് മടങ്ങി. അവൻ നേരെ ചെന്നത് സന്ദീപിൻ്റെ അടുത്തേക്കാണ്. അവനും രാജീവിനെ പോലെ തന്നെ പ്രസാദിനെ കാത്തിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട് സന്ദീപ്. പിടിക്കപ്പെട്ടാൽ ഉത്രയുടെ തിരോധാനത്തിന് പിന്നിൽ രാജീവാണെന്നേ മീനാക്ഷി ആൻറ്റി അറിയൂ. അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമൊന്നും ഉണ്ടാകില്ല. തൻ്റെ പെങ്ങളെ ഗോകുൽ വിളിച്ചിട്ട് പോയതുള്ള പ്രതികാരമായി അവൻ ചെയ്തതാണെന്ന് വരും. നമ്മൾ കരുതുന്നത് പോലെ മീര അവിടെ നിന്ന് പുറത്താക്കപ്പെടും. ഗോകുലത്തിലുള്ളവർ നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പോലും മടിക്കും. അതുപോലെ മതി മതി അത് മതിയടാ. സന്ദീപ് പ്രസാദിനെ കെട്ടിപ്പിടിച്ചു.
ആ രാത്രി ഗോകുലത്തിൽ ആരും ഉറങ്ങിയില്ല. 2 ദിവസങ്ങൾ അങ്ങനെ പോയി. 3-ാം നാൾ രാവിലെ ഇൻസ്പെക്ടർ സത്യപാലിൻ്റെ ഫോൺ വന്നു. അറ്റൻഡ് ചെയ്തത് മീനാക്ഷിയമ്മ തന്നെയാണ്. മാഡം, ഒരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട്. ഉത്രയും ഒരു ചെറുക്കനും കന്യാകുമാരിയിലുണ്ടെന്ന്. മീനാക്ഷിയമ്മ പിടഞ്ഞുണർന്നു. മീനാക്ഷിയമ്മ ഉടൻ തന്നെ ആൺമക്കളെ വിളിച്ചു. സാജനും ശരത്തും ഗോകുലും മുന്നിലെത്തി. അവർ വിവരം പറഞ്ഞു. സാജേട്ടൻ എന്തായാലും വരണ്ട, ശരത്ത് അറിയിച്ചു. ഞാനും കമലയും കൂടി പോകാം. വേണമെങ്കിൽ പ്രസാദിനെയും കൂട്ടാം. അല്ല ശരത്തെ, ഞാൻ കൂടി വരുന്നതിൽ എന്താ കുഴപ്പം? സാജൻ തർക്കിച്ചു. അത് ശരിയാവില്ല, അത്ര തന്നെ. കാണാൻ പാടില്ലാത്ത ഒരു ചുറ്റുപാടിൽ മകളെ കാണുമ്പോൾ സാജൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. ശരത്ത് അതാണ് ഓർത്തത്. ഞാൻ വരണ്ടേ ഏട്ടാ? താൻ തടയപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും ഗോകുൽ തിരക്കി. വേണ്ട, കടുപ്പിച്ചായിരുന്നു മറുപടി. അരമണിക്കൂറിനുള്ളിൽ ശരത്തും കമലയും തയ്യാറായി വന്നു. ഒപ്പം പ്രസാദിനെ കൂട്ടാനാണ് തീരുമാനം. തൽക്കാലം ശാന്തയോടൊന്നും പറയേണ്ടെന്ന് മീനാക്ഷിയമ്മ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവളും ചാടി പുറപ്പെടും. മീനാക്ഷിയമ്മയും ശാന്തയോടൊപ്പം തന്നെ മുറിയിൽ ഉണ്ടായിരുന്നു. ആർക്കും സമയത്ത് ഒന്നും വേണ്ടെങ്കിലും മീര അടുക്കള ജോലികൾ ചെയ്തു തീർത്തു. ഗോകുലും പുറത്തെങ്ങും പോകാതെ അവിടെ തന്നെ കഴിഞ്ഞു. ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ എത്തണമെങ്കിൽ 7 മണിക്കൂറെങ്കിലും വേണം. അവൻ കണക്കുകൂട്ടി. 5 മണിയെങ്കിലും ആകും അവർ അങ്ങ് എത്തുവാൻ. മീനാക്ഷിയമ്മ ഇടയ്ക്കിടെ ഫോണിൽ ശരത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം 5:30 ശരത്ത് ഇങ്ങോട്ട് വിളിച്ചു. അമ്മേ, ഞങ്ങളിങ്ങെത്തി. മോളെ കണ്ടോടാ? ഇല്ല, ഞങ്ങൾ ഹോട്ടലിൽ പോയി. അവരെവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പേരും സ്ഥലമൊക്കെ മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രൂപമൊക്കെ ഹോട്ടലുകാർ പറഞ്ഞതിൽ നിന്ന് അത് അവർ തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. മീനാക്ഷിയമ്മ ഫോൺ വെച്ചപ്പോൾ മീര ഇദ്ദേഹത്തോട് ചോദിച്ചു. ഉത്രമോളെ കണ്ടോ അമ്മേ? മീനാക്ഷിയമ്മ അവളെ രൂക്ഷമായൊന്ന് നോക്കി. അപ്പോൾ മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ ഭാസ്കരനും അംബികയും തിടുക്കത്തിൽ അകത്തേക്ക് വന്നു. ശർമിളയുടെ മാതാപിതാക്കളെ കണ്ടപ്പോൾ ഗോകുൽ ഒന്ന് വിളറി. അവരും അനിഷ്ടത്തോടെ മുഖം തിരിച്ചു. മീനാക്ഷിയമ്മ സഹോദരനെയും ഭാര്യയെയും എതിരേറ്റു. ഇവിടെ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ചേച്ചി എന്താ എന്നെ വിളിച്ചതെന്ന് പറയാഞ്ഞത്? ഭാസ്കരൻ പരാതിപ്പെട്ടു. അങ്ങനെ എല്ലാവരെയും വിളിച്ച് പറയത്തക്ക സന്തോഷമുള്ള കാര്യമല്ലല്ലോ ഭാസ്കര ഈ വീട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. ഉത്രമോളെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി വേറെയില്ലായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? ആൺപിള്ളേരുടെ കൂടെ ചാടിപ്പോകുന്ന വേറെ ചിലരെയൊക്കെ കണ്ടല്ലേ കുട്ടികൾ വളരുന്നത്. തന്നെ ഉദ്ദേശിച്ചാണ് അവർ പറയുന്നതെന്ന് മീരയ്ക്ക് മനസ്സിലായി. ഇവിടുത്തെ തൻ്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാകാൻ പോകുന്നു എന്നവൾക്ക് മനസ്സിലായി. സാജനെയും ശാന്തയെയും മറ്റും ആശ്വസിപ്പിച്ചിട്ട് സന്ധ്യയോടുകൂടി ഭാസ്കരനും അംബികയും മടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഫോൺ ശബ്ദിച്ചു. മീനാക്ഷിയമ്മ ചെന്ന് റിസീവർ എടുത്തു. ഹലോ അമ്മേ, ഞാനാ ശരത്. പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. മീനാക്ഷിയമ്മയും പകച്ചുപോയി. അമ്മേ, ശരത്ത് പിന്നെയും എന്താ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അവന് അതിന് കഴിയുന്നില്ലെന്നും മീനാക്ഷിയമ്മയ്ക്ക് മനസ്സിലായി. അതവരെ കൂടുതൽ ഭയചകിതയാക്കി. അരുതാത്തതും പ്രതീക്ഷിക്കാത്തതുമായ എന്തോ നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യമായി. നീ കരയാതെ കാര്യം പറയട ശരത്തെ. ചുറ്റും നോക്കിയിട്ട് മീനാക്ഷിയമ്മ ശബ്ദം താഴ്ത്തി. എന്നാൽ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് രാധിക വാതിൽക്കലെത്തിയിരുന്നു. അമ്മ ഏട്ടനോട് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവളിലും ഒരു അമ്പരപ്പുണ്ടായി. ഉദ്യോഗത്തോടെ രാധികയും വന്ന് മീനാക്ഷിയമ്മയുടെ അരികിൽ നിന്നു. അമ്മേ, ശരത്ത് വല്ലവിധനയും പറയുകയാണ്. തൽക്കാലം അമ്മ ബഹളം വയ്ക്കുകയോ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുകയോ ചെയ്യരുത്. ഒന്ന് മൂളാനേ ആയുള്ളൂ മീനാക്ഷിയമ്മയ്ക്ക്. ശരത്ത് തുടർന്നു. ഉത്രമോള് വരുന്നതും കാത്ത് ഹോട്ടലിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. അവസാനം അവളും ഒരു ചെറുപ്പക്കാരനും കൂടി കയറി വന്നു. വാക്കുകൾ പിന്നെയും മുറിയുന്നു. എന്നിട്ട് നെഞ്ചിരിപ്പ് ഏറുകയാണ് മീനാക്ഷിയമ്മയ്ക്ക്. എൻ്റെ ഭാഗത്ത് തന്നെ അമ്മ തെറ്റ്. ഞാൻ അല്പം ധൃതി കാണിച്ചു പോയി. ഞാൻ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് ചെന്നതും ഉത്രമോൾ എന്നെ കണ്ടുപോയി. ഈശ്വരാ, വേഗം പറ ശരത്തെ. മീനാക്ഷിയമ്മ രാധികയും അതിനിടെ ഒന്ന് നോക്കി. ഏട്ടൻ പറയുന്നത് കേൾക്കാൻ റിസീവറിനരികിലേക്ക് തല ചേർത്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു അവളും. കൊച്ചച്ച എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ നേരെ മുകളിലേക്ക് ഓടിപ്പോയി. പിന്നെ ഞാനും. പോലീസും പ്രസാദുമൊക്കെ ആ നേരത്തെ എവിടെയായിരുന്നു? അവരൊക്കെ എൻ്റെ വളരെ പിന്നിലായിരുന്നു. ഉത്രമോൾ ഹോട്ടലിൻ്റെ മുകളിലേക്ക് ഓടിക്കയറിയത്. ബാക്കി ശരത്ത് പറഞ്ഞത് നേരിൽ കാണുകയായിരുന്നു മീനാക്ഷിയമ്മ. മോളെ ഓടല്ലേ, നിന്നെ നിന്നെ കൊച്ചച്ഛനൊന്ന് പറയട്ടെ. വേണ്ട, പോ, ആരെയും കാണണ്ട എനിക്ക്, അവൾ വിളിച്ചു പറഞ്ഞു. എന്നെ പിടിച്ചുകൊണ്ട് പോകാനല്ലേ? ഇതും പറഞ്ഞ് തല്ലാനല്ലേ? അല്ല മോളെ, അല്ല മോള് നിൽക്ക്. ഞങ്ങൾ ആരും നിന്നെ ഒന്നും ചെയ്യത്തില്ല. പാരപ്പറ്റിനരികിലെത്തി ഉത്ര നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. എൻ്റെ അടുത്ത് വരരുത്, ഞാൻ താഴേക്ക് ചാടും. അവൾ കഴിച്ചുകൊണ്ടി. മോളെ, അവിവേകം കാണിക്കരുത്. മുകളിലേക്ക് ഓടിക്കയറുവന്ന SIയും സംഘവും പ്രസാദവും കമലയും ഈ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നു. മോൾ പേടിക്കണ്ട, കമല വിളിച്ചു പറഞ്ഞു. നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. അറിവില്ലായ്മ കൊണ്ട് നീ ചെയ്തതല്ലേ ഇതൊക്കെ. ഞങ്ങളങ്ങ് ക്ഷമിക്കും. ഇല്ല, ആര് ക്ഷമിച്ചാലും മുത്തശ്ശി ക്ഷമിക്കത്തില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഞാനിനി ഗോകുലത്തിലേക്ക് വരത്തില്ല. അവൾ ഒരടി കൂടി പിന്നിലേക്ക് നീങ്ങി. ഇനിയൊന്ന് കാൽ വച്ചാൽ താഴേക്ക് പോകും. 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക്. ശരത്തിനും മറ്റും തലക്കറങ്ങി. ഹോട്ടലിൻ്റെ മുറ്റത്തു നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ആളുകൾ മുകളിലേക്ക് കഴിച്ചുകൊണ്ടുന്നതും എന്തൊക്കെയോ വിളിച്ചു പറയുന്നതും അവർ കണ്ടു. ഉത്രമോളെ, ഈ പ്രസാദങ്ങളുടെ മോൾക്ക് വിശ്വാസമില്ലേ? മോളെ ആരും ഒന്നും ചെയ്യത്തില്ല. വഴക്ക് പറയുക പോലുമില്ല. അങ്കിൾ ഉറപ്പു തരാം.
പ്രസാദ് മുന്നോട്ട് നീങ്ങാൻ ഭാവിച്ചപ്പോൾ SI സത്യപാലൻ തടഞ്ഞു. വേണ്ട, പോകരുത്. ഇടയ്ക്ക് ഉത്തര തിരിഞ്ഞ് താഴേക്ക് നോക്കി. അത്രയും ഉയരത്തിലാണ് താൻ നിൽക്കുന്നതെന്ന് അവൾക്കും അപ്പോഴാണ് മനസ്സിലായതെന്ന് തോന്നുന്നു. തങ്ങളിൽ നിന്ന് അവളുടെ ശ്രദ്ധ മാറിയെന്ന് മനസ്സിലായതും ശരത്ത് മുന്നോട്ട് കുതിച്ചു. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ശക്തിയിൽ മുന്നോട്ട് വലിച്ചു. പക്ഷേ അവൾ കുതിർന്നതിനിടയിൽ അവൻ്റെ വിരലുകൾ ഒന്ന് വഴുതി. ഉത്രയുടെ ചുരിദാറിൻ്റെ കൈയുടെ ഭാഗം കീറി അവൻ്റെ കയ്യിലിരുന്നു. ഒരു നിലവിളി 3-ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് പോയി. അതേപോലെ ഒരു നിലവിളി തന്നെയാണ് എല്ലാം മനക്കണ്ണുകളിൽ കാണുകയായിരുന്ന മീനാക്ഷിയമ്മയിൽ നിന്നും ഉയർന്നത്. എന്നിട്ട് എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോടാ? ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കൊണ്ടായിരുന്നു അവരുടെ ചോദ്യം. ഗോകുലത്തിൻ്റെ ഓരോ മൂലയിലും ആ ശബ്ദം പ്രതിധ്വനിച്ചു. കിച്ചണിൽ നിന്ന് മീരയും അകത്തെ മുറികളിൽ നിന്ന് ഗോകുലും സാജനും ശാന്തയും രേഷ്മയും മറ്റു കുട്ടികളുമെല്ലാം സിറ്റിംഗ് റൂമിലേക്ക് ഓടിയെത്തിയത് ഒരേ നേരത്താണ്. ശരത്തിൻ്റെ ശബ്ദം വിറച്ചുകൊണ്ട് റിസീവർ പിടിച്ചു നിന്നിരുന്ന മീനാക്ഷിയമ്മയുടെ കാതുകളിലേക്ക് ചിതറി വന്നുകൊണ്ടു. ഞങ്ങൾ ഉത്രമോളെ ഇവിടെ ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഫസ്റ്റ് എയ്ഡ് നൽകിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ദാ ആംബുലൻസ് എത്തിക്കഴിഞ്ഞു. പിന്നെ വിളിക്കാം. ഫോൺ കട്ടായി. മീനാക്ഷിയമ്മയുടെ കയ്യിൽ നിന്ന് റിസീവർ വഴുതി വീണു. എൻ്റെ കുഞ്ഞെന്തിയമ്മേ, അവൾക്ക് എന്തു പറ്റി? ശാന്ത മീനാക്ഷിയമ്മയുടെ തോളുകളിൽ പിടിച്ച് ശക്തമായി കുലുക്കി. നമുക്കുടനെ തിരുവനന്തപുരത്തേക്ക് പോകണം. അത്രമാത്രം പറഞ്ഞിട്ട് മീനാക്ഷിയമ്മ വേച്ചു പോകുന്ന കാലുകളോടെ തൻ്റെ മുറിയിലേക്ക് പോയി. ആരാ രാധികയെ വിളിച്ചത്? എന്താ പറഞ്ഞത്? സാജൻ രാധികയെ നോക്കി. ഞാൻ കാര്യമായൊന്നും കേട്ടില്ല. എന്നാലും പേടിക്കാനൊന്നുമില്ല. അവളുടെ തല കുനിഞ്ഞു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. ശാന്ത നിലവിളിക്കാൻ തുടങ്ങി. പോകാം, കാണാം. ഭാര്യ കാണാതെ സാജൻ കണ്ണീർ തുടച്ചു. ഗോകുലും മീരയും പരസ്പരം നോക്കി. അവർക്കിരുവർക്കും ഒന്നും പിടികിട്ടിയിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ മീനാക്ഷിയമ്മയും ശാന്തയും രേഷ്മയും രാധികയും യാത്രയായി. കുട്ടികൾ ആരും വരണ്ടെന്ന് മീനാക്ഷിയമ്മ കർശനമായി വിലക്കി. ഗോകുലും മീരയും അവിടെയും ഉപേക്ഷിക്കപ്പെട്ടു. വരുന്നോ എന്ന് പോലും അവരോട് ആരും തിരക്കിയില്ല. കുട്ടികൾ പകയോടെ തന്നെ നോക്കുന്നതും പിന്നെ തിരിഞ്ഞ് നടക്കുന്നതും മീര കണ്ടു. എല്ലാത്തിനും കാരണക്കാരി താനാണെന്നാണ് അവരുടെ വിശ്വാസം. മീരയ്ക്ക് സങ്കടം വന്നു. ഗോകുൽ ഇതിനിടെ പ്രസാദിൻ്റെ സെൽഫോണിലേക്ക് വിളിച്ച് വിവരം തിരക്കി. മറ്റുള്ളവർ അടുത്തുള്ളതിനാൽ കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രസാദിന് കഴിയുമായിരുന്നില്ല. തങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെന്നും പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അർദ്ധശങ്കയോടെ ഒരു നിമിഷം നിന്നിട്ട് ഗോകുൽ മുറിയിലേക്ക് പോയി. അവിടെ തലക്കുമ്പിട്ടിരുന്ന് തേങ്ങുകയായിരുന്നു മീര. മീരെ, അവൻ അവളുടെ തലയിൽ തൊട്ടു. നനഞ്ഞ പീലികളോടെ അവൾ കണ്ണുയർത്തി. നീ എന്താ ഇങ്ങനെ കരയുന്നത്? ഞാനല്ലേ ഗോകുൽ ഒക്കെയ്ക്കും കാരണം. അവൾ എഴുന്നേറ്റു. എന്നാര് പറഞ്ഞു? ഓരോന്നും സംഭവിക്കേണ്ട സമയങ്ങളിൽ സംഭവിക്കും എന്ന് നീ കേട്ടിട്ടില്ലേ? എന്നാലും എന്നെ കണ്ടിട്ടാണ് ഉത്രമോള് വഴിതെറ്റിയതെന്ന് പറയുമ്പോൾ ഞാൻ കാരണമല്ലേ ഗോകുലും വഴിതെറ്റിയത്? ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ നിന്നു. പിന്നെ ഇരുഭുജങ്ങളിലും പിടിച്ച് തന്നിലേക്ക് ചായച്ചു. അവൻ്റെ തോളിൽ മുഖം അമർത്തി അവൾ തേങ്ങിക്കൊണ്ടിരുന്നു. ഒരു കൊച്ചുകുഞ്ഞിനെ ആശ്വസിപ്പിക്കും വിധം അവൻ അവളുടെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു. മീനാക്ഷിയമ്മയും സംഘവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ഉത്രയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് തിയേറ്ററിന് പുറത്ത് ശരത്തും കമലയും പ്രസാദും കാത്തിരിപ്പുണ്ടായിരുന്നു. ശാന്തയെ കണ്ടതേ കമല ഓടി വന്ന് നിലവിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ചേച്ചി! എന്തിയ കമലേൻ്റെ കുഞ്ഞ്? ശാന്ത വിലപിച്ചു. ഉത്രമൾക്കൊന്നും വരത്തില്ല ചേച്ചി, കമലയും നിലവിളിച്ചു. പതുക്കെ, ഇത് ആശുപത്രിയാണെന്ന് രണ്ടുപേരും മറക്കരുത്. മനസാന്നിധ്യം ഏതാണ്ട് വീണ്ടെടുത്ത് കഴിഞ്ഞിരുന്നു മീനാക്ഷിയമ്മ. അടുത്തേതോ വാർഡിൽ നിന്ന് ഒരു രോഗിയുടെ ദീനരോധനം അവർ കേട്ടു. ഒരു ദുർബലിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പറഞ്ഞു പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ഇവിടേക്കുള്ള യാത്രക്കിടയിൽ മീനാക്ഷിയമ്മ തന്നെയാണ് കാര്യങ്ങളുടെ ഏകദേശ വിവരണം മക്കൾക്കും മരുമക്കൾക്കും നൽകിയത്. ഭയപ്പെടുത്തി തക്കതായി ഒന്നുമില്ലെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. ഇവിടെ വെച്ച് ശരത്തും പ്രസാദും ഏതാണ്ട് അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഒരു മൈനർ ഓപ്പറേഷൻ, അത്രയേ ഉള്ളൂ. അതിനെല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ ഇരിക്കണമെന്നില്ല. പുറത്ത് ലോഡ്ജിൽ മുറിയെടുത്ത് തരാം. അമ്മയ്ക്കും മറ്റും അവിടെ ഇരിക്കാം. സാജനെയും ശാന്തയെയും അവിടെ നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ശരത്ത് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവരാരും അവിടെ നിന്ന് മാറുവാൻ കൂട്ടാക്കിയില്ല. കുറേ കഴിഞ്ഞ് മീനാക്ഷിയമ്മ പ്രസാദിനെ അടുത്ത് വിളിച്ച് അല്പം അകലേക്ക് നീക്കി നിർത്തി. ഉത്രമോളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ എന്തിയെ പ്രസാദേ? പോലീസ് കസ്റ്റഡിയിലാണവൻ. SIയും കൂട്ടരും അവനെ നാട്ടിലേക്ക് കൊണ്ടുപോയി. നിനക്ക് പരിചയമുണ്ടോ അവനെ? ഇല്ല, പക്ഷേ പറഞ്ഞപ്പോൾ ഏതാണ്ട് പിടികിട്ടി. സ്കൂളിനടുത്ത് ഒരു ഷോപ്പിംഗ് സെൻറ്ററിലെ ജീവനക്കാരനായിരുന്നു അവൻ. മീനാക്ഷിയമ്മയുടെ പല്ലുകളൊന്നും ഞെരിഞ്ഞു. പ്രസാദ് വിശദീകരിച്ചു. പണ്ട് നമ്മുടെ തറവാടിനടുത്ത് ഒരു അമ്മണി ഇല്ലായിരുന്നോ? അയൽക്കാരുടെ കോഴിയെ പിടിക്കുന്ന സ്ത്രീ. ആൻറ്റി അവരെ കോഴിയമ്മണി എന്നല്ലായിരുന്നോ വിളിക്കാറ്? അവരുടെ മോനാ കക്ഷി. മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ വൈരപ്പൊടി വീണതുപോലെ തിളങ്ങി. ആ തെണ്ടിച്ചില മോന് അത്രയ്ക്ക് തരുമോ? കൊല്ലും ഞാൻ തള്ളേ മോന്. ആൻറ്റി ഒന്ന് പതുക്കെ. എനിക്ക് തോന്നുന്നത് അവർക്ക് പിന്നിൽ വേറെയും ചിലർ കൂടി ഉണ്ടെന്നാ. മനസ്സിലായില്ല? മീനാക്ഷിയമ്മയുടെ പുരികം ചുളിഞ്ഞു. ഒക്കെ ഒരുപക്ഷെ സംശയങ്ങളാകാം. ഏതായാലും സത്യപാലൻ സാറ് അവനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ വിവരമറിയാം. കോഴിയമ്മണിയുടെ മോന് തനിയെ ഇതിനുള്ള ചങ്കൂറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ തീരുമാനിച്ച മട്ടിൽ മീനാക്ഷിയമ്മ തലയാട്ടി.
ആശുപത്രിയും പരിസരവും പതുക്കെ പതുക്കെ നിശബ്ദതയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് മീനാക്ഷിയമ്മയും കമലയും ശരത്തും ഗോകുലത്തിൽ മടങ്ങിയെത്തിയത്. രേഷ്മയും രാധികയും സാജന്റെയും ശാന്തയുടെയും കൂടെ തിരുവനന്തപുരത്ത് തന്നെ തങ്ങി. അവരെ സഹായിക്കാൻ പ്രസാദും അവിടെ തന്നെ കൂടി. ഇതിനിടെ കമലയോ രേഷ്മയോ മറ്റോ മക്കളോട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ഗോകുലത്തിലേക്ക് വിളിച്ചതല്ലാതെ ഗോകുലിനോടോ മീരയോടോ ആശുപത്രി വിശേഷങ്ങളൊന്നും ആരും പറഞ്ഞിരുന്നില്ല. മീര കുട്ടികളുടെ ആശുപത്രിയിലെ കാര്യങ്ങൾ തിരക്കിയാൽ ഞങ്ങൾക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞ് അവർ തിരിഞ്ഞു നടക്കും. എന്നാൽ ഗോകുൽ പ്രസാദിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. ഉത്രയുടെ തലയ്ക്കും നട്ടലിനും കാര്യമായ ക്ഷതം പറ്റിയിട്ടുണ്ടെന്നും ഇനി നട്ടലിനുള്ള ഓപ്പറേഷൻ ബാക്കിയാണെന്നും അവൻ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഉത്രയുടെ വലതുകാലം ഫ്രാക്ചർ ഉണ്ടായ നിലയിലാണ്. താൻ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനായും അവൻ മീരയോട് പറഞ്ഞതുമില്ല. മീനാക്ഷിയമ്മ തിരിച്ചെത്തി. ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ മീര അവർക്കരികിലെത്തി. ചോദ്യരീതിയുള്ള ഒരു മോളിലൂടെ അവൾ അവർക്ക് നേരെ തിരിഞ്ഞു. ഉത്രമോൾക്ക് എന്താ, ചത്തോന്നറിയാനുള്ള ആകാംക്ഷയായിരിക്കും അല്ലേ? ചത്താലല്ലേ നിനക്ക് തൃപ്തിയാകൂ? ഈ കുടുംബം മുടിഞ്ഞാലല്ലേ നിനക്ക് സന്തോഷമാകൂ? അമ്മേ, മീരയ്ക്ക് സങ്കടം വന്നു. ഇങ്ങനൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണവടി? അവർ കഴിച്ചുകൊണ്ടി. നീ ഈ വീട്ടിൽ കാലുകുത്തിയ അന്നു മുതൽ ഇവിടെ നാശങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങിയതല്ലടി. അവിടെ നിൽക്കാനും തിരിഞ്ഞു നടക്കാനും കഴിയാത്ത അവസ്ഥയിലായി മീര. മീനാക്ഷിയമ്മ തുടർന്നു. എന്നാൽ നീ കേട്ടോ, ഉത്രമോള് ചത്തിട്ടില്ല. പക്ഷേ എൻ്റെ കുഞ്ഞൊന്ന് എണീറ്റ് നടന്നു കാണണമെങ്കിൽ ഇനി എത്ര കാലം കഴിയണമെടി? മീനാക്ഷിയമ്മ വേഗം ഡ്രസ്സ് മാറി കമ്പനിയിലേക്ക് പോയി. മീര ഗോകുലിൻ്റെ അടുത്തെത്തി. ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ? ദേഷ്യപ്പെടുന്ന കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അവളുടെ മുഖം കുനിഞ്ഞു. പറഞ്ഞോ മീരെ. അവൻ വേദനയിൽ ഒന്ന് മന്ദഹസിച്ചു. ഈ വീട്ടിൽ എനിക്ക് ദേഷ്യപ്പെടാൻ നീയല്ലാതെ ഇപ്പോൾ മറ്റാരോ ഉള്ളത്? ദേഷ്യം മറന്നു പോകാതിരിക്കാനെങ്കിലും കഴിയുമല്ലോ. പതർച്ചയോടെ അവൾ പറഞ്ഞു. എനിക്ക് ഉത്രമോളൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അവൾ പൂർത്തിയാക്കിയപ്പോഴേക്കും അവൻ ശബ്ദമുയർത്തി. വേണ്ട, നീ മെഡിക്കൽ കോളേജിൽ കാൽകുത്തിയാൽ ഉത്രമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ കാരണക്കാരിയും നീയാണെന്ന് മറ്റുള്ളവർ പറയും. മീര സങ്കടപ്പെട്ടു നിന്നു. ഗോകുൽ മെല്ലെ അടുത്തു വന്ന് അവളുടെ താടി പിടിച്ചുയർത്തി. നിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, നിനക്ക് എന്നും ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നാൽ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് തന്നെയാണ് അതിൻ്റെ കേട്. മീര ഒന്ന് ഞെട്ടി. തൻ്റെ വയറ്റിൽ ഒരു തുടിപ്പ് വളർന്നു വരുന്ന കാര്യം തന്നെ ഏതാനും ദിവസങ്ങളായി അവൾ മറന്നുകൊട്ടായിരുന്നു. ഗോകുൽ തുടർന്ന് പറഞ്ഞു. ആണായാലും പെണ്ണായാലും നിനക്ക് ചതിവ് പറ്റിയതാണെങ്കിലും അല്ലെങ്കിലും കുട്ടിയുടെ കൂടുതൽ ഉത്തരവാദിത്തം നിനക്കാണ്. അത് മറക്കണ്ട. അവൻ മുറിയോട്ട് പോയപ്പോഴും അവൾ അങ്ങനെ തന്നെ നിന്നു. മാതൃത്വത്തിൻ്റെ ഒരു കുഞ്ഞോളം നെഞ്ചിലേക്ക് വരുന്നത് പോലെ. അവൾ പതുക്കെ തൻ്റെ വയറ്റിൽ തടവി നോക്കി. ആണോ പെണ്ണോ, ഏതായാലും മീനാക്ഷിയമ്മയുടെ വെറുപ്പിന് പാത്രമേകേണ്ട കുട്ടിയാണത്. മീനാക്ഷിയമ്മ ഓഫീസിലിരിക്കുമ്പോൾ അഡ്വക്കേറ്റിൻ്റെ ഫോൺ വന്നു. മാഡം, ഒരു കാര്യം അറിയാൻ വിളിച്ചതാ. നമ്മൾ അനിരുദ്ധന് അയച്ച നോട്ടീസിൻ്റെ കാലാവധി മറ്റന്നാൾ തീരുകയാണ്. ഗോകുലത്തിൽ ഇങ്ങനെയൊക്കെ വിഷമകരമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് അടുത്ത നീക്കം ഉടനെ വേണോ അതോ? മീനാക്ഷിയമ്മ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പറഞ്ഞു. ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇല്ലെങ്കിലും മീനാക്ഷിയമ്മയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ എന്ന കാര്യം താൻ മറന്നുപോയ വക്കീലേ? അല്ല, ഞാൻ എങ്കിൽ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നോട്ടീസിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ അടുത്ത ദിവസം നമ്മൾ അടുത്ത നടപടിക്ക് തയ്യാറായിരിക്കും. ആ വാക്കിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. 3-ാം നാൾ രാവിലെ 10 മണിക്ക് മീനാക്ഷിയമ്മയും വക്കീലും പോലീസ് സംഘവുമായി അനിരുദ്ധൻ്റെ ബാമ അച്ചാർ കമ്പനിയുടെ മുന്നിലെത്തി. കാറിൻ്റെ മുൻ സീറ്റിലിരുന്ന അഡ്വക്കേറ്റ് അജയൻ പിന്നിലേക്ക് തിരിഞ്ഞ് മീനാക്ഷിയമ്മയെ നോക്കി. മാഡം ഇറങ്ങുന്നില്ലേ? മീനാക്ഷിയമ്മ കണ്ണട ഒന്ന് നേരെ വെച്ചു. ഇല്ല വക്കീലേ, നിങ്ങൾ പോയാൽ മതി. അജയൻ ഡോർ തുറന്നിറങ്ങി. അപ്പോഴേക്കും ജീപ്പിൽ നിന്ന് SI സത്യപാലനും പോലീസുകാരും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. പോലീസിനെ കണ്ട് അച്ചാർ കമ്പനിക്കുള്ളിലേക്ക് പോകാനഞ്ഞ വാച്ചറെ SI തടഞ്ഞു. നീ ഇവിടെ നിന്നാൽ മതി. അഡ്വക്കേറ്റ് അജയനും SI സത്യപാലനും കൂടി കമ്പനിക്കുള്ളിലേക്ക് കടന്നു. ഒരു നീണ്ട ഹാളിൽ നിരവധി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന തൊഴിലാളികൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. അരഭിത്തിക്കൊണ്ട് വേർതിരിച്ച ചെറിയ ഇടനാഴിയിലൂടെ അവർ ഇരുവരും ഓഫീസിനടുത്തെത്തി. ചില്ലിട്ട് വേർതിരിച്ച ക്യാബിനുള്ളിൽ മേശപ്പുറത്തേക്ക് കാൽ കയറ്റി വെച്ച് എക്സിക്യൂട്ടീവ് ചെയറിൽ പിന്നോട്ട് ചാരിയിരിക്കുന്ന രാജീവിനെ അവർ കണ്ടു. SI കെയിൻ കൊണ്ട് ഗ്ലാസ് വാതിൽ മൃദുവായി ഒന്ന് തട്ടിയിട്ട് വാതിൽ തുറന്നകത്ത് കയറി. പിന്നാലെ അജയനും. തല തിരിച്ചു നോക്കിയ രാജുവിൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. സാർ, അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. താനിരിക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് SI രാജീവിന് അഭിമുഖമായിരുന്നു. അടുത്തു തന്നെ അജയനും. SI വക്കീലിനെ നോക്കി കണ്ണുകൾ കൊണ്ട് ഒരടയാളം കാണിച്ചു. ഉടൻ അജയൻ ഒരു നീണ്ട കവറെടുത്ത് രാജീവിന് കൊടുത്തു. വായിക്കുന്നതിന് മുമ്പ് കാര്യം ചുരുക്കി പറയാം. നിങ്ങളുടെ പെങ്ങൾ മീരയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഈ കമ്പനിയുടെ പ്രവർത്തനം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള കോടതി ഉത്തരവാണിത്. കാരണം മീര ഈ സ്ഥലവും മറ്റും മീനാക്ഷിയമ്മ എന്നൊരാൾക്ക് വിറ്റിട്ട് 1.5 മാസത്തോളമായി. അജയൻ ചുരുക്കി പറഞ്ഞു. ശിരസിൽ അപ്രതീക്ഷിതമായ ഒരാഘാതം ഏറ്റതുപോലെ രാജീവ് തരിച്ചിരുന്നു പോയി. ഒരു നിമിഷം. പിന്നെ ഒരു ഉൾപ്രേരണ ഉണ്ടായതുപോലെ കോടതി ഉത്തരവിൻ്റെ പകർപ്പെടുത്ത് വായിച്ചു നോക്കി. വക്കീൽ പറഞ്ഞതൊക്കെ ശരിയാണ്.
ഈ നിമിഷം മുതൽ ഇവിടുത്തെ സകല ജോലികളും നിർത്തിവെക്കണം എന്ന എസ്ഐയുടെ ശബ്ദമാണ് അവൻ ഉണർത്തിയത്. ആദ്യം കാണുന്നത് പോലെ അവൻ മുന്നിലിരിക്കുന്നവരെ നോക്കി. ചില നിമിഷങ്ങൾക്കു ശേഷം സംയമനം വീണ്ടെടുത്തുകൊണ്ട് ചിലമ്പിച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു, സാർ, ഇത് ചതിയാണ്. എൻ്റെ അച്ഛൻ മീരയുടെ പേരിൽ ഇതൊന്നും എഴുതി കൊടുത്തിട്ടില്ല. ഞങ്ങളോട് പക പോക്കുകയാണ് മീനാക്ഷിയമ്മ. അതൊന്നും ഞങ്ങൾക്കറിയില്ല. പോലീസ് ഉദ്യോഗസ്ഥനും വക്കീലും എഴുന്നേറ്റു. കാര്യങ്ങളുടെ തെറ്റും ശരിയും ഇനി തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പക്ഷേ കോടതി പറയാതെ ഈ കമ്പനിയിൽ ഇനി പ്രവർത്തനം നടന്നാൽ അതിന് നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടായേക്കും മിസ്റ്റർ രാജീവ്. പറഞ്ഞവസാനിച്ചതുപോലെ അവർ ഇരുവരും പുറത്തു കടന്നു. രാജീവിൻ്റെ കയ്യിലിരുന്ന് ആ കോടതി ഉത്തരവ് ഞെരിഞ്ഞു. അവൻ പല്ലുകടിക്കുകയും ശക്തമായി കിതയ്ക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് അജയൻ മീനാക്ഷിയമ്മയുടെ കാറിലേക്ക് കയറിയതും പിന്നിൽ ഒരാക്രോശം കെട്ട് തിരിഞ്ഞു നോക്കി. കലിപ്പൂണ്ട് പാഞ്ഞു വരികയാണ് രാജീവ്. കാറിനടുത്തെത്തിയതും എസ് ഐ അവനെ തടഞ്ഞു. എന്നാൽ കുതിരക്കൊണ്ട് രാജീവ് മീനാക്ഷിയമ്മയ്ക്ക് നേരെ കൈ ചൂണ്ടി. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഈ കമ്പനിയും സ്ഥലവും എനിക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഞാൻ കുത്തിക്കീറും. നോക്കിക്കോ. മീനാക്ഷിയമ്മ ഗ്ലാസ് മെല്ലെ താഴേക്ക് നീക്കി. പ്രസംഗിച്ചല്ല പ്രവർത്തിച്ചാളെ കൊച്ചനെ കാണിക്കേണ്ടത്. അതാ എൻ്റെ രീതി. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അവൻ്റെ മറുപടിക്ക് കാക്കാതെ അവർ ദാസപ്പനോട് പറഞ്ഞു, വണ്ടിയെടുക്ക്. മീനാക്ഷിയമ്മ നേരെ കമ്പനിയിലേക്കാണ് പോയത്. ക്രൂരമായ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു ആ മുഖത്ത്. എക്സിക്യൂട്ടീവ് ചെയറിലേക്ക് അവർ ഇരുന്നതും ഹാഫ് ഡോറിൽ തട്ടിക്കൊണ്ട് മാനേജർ രാമസ്വാമി കടന്നു വന്നു. മാഡം, പ്രസാദ് സാർ 2-3 തവണ വിളിച്ചിരുന്നു. സെല്ലിലേക്ക് വിളിക്കാതെ അവനെന്തിനാ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചത് എന്ന സംശയത്തോടെ മീനാക്ഷിയമ്മ സെൽഫോൺ എടുത്ത് നോക്കി. ബാമ അച്ചാർ കമ്പനിയിലേക്ക് പോകും വഴി താനത് സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന കാര്യം അപ്പോഴാണ് അവർ ഓർത്തത്. ഹാൻഡ്സെറ്റ് ഓഫ് ചെയ്തിട്ട് അവർ പ്രസാദിനെ തിരിച്ചു വിളിച്ചു. അവനെ കിട്ടി. പ്രസാദേ, നീ വിളിച്ചിരുന്നെന്ന് സ്വാമി പറഞ്ഞു. സംസാരത്തിറങ്ങിയിട്ട് മീനാക്ഷിയമ്മ മുന്നിൽ നിന്നിരുന്ന രാമസ്വാമിയെ നോക്കി. കാര്യം മനസ്സിലാക്കി അയാൾ പെട്ടെന്നിറങ്ങിപ്പോയി. വിളിച്ചിരുന്നു ആൻറ്റി. ഉത്തരമോൾക്ക് എങ്ങനെയുണ്ട്? നല്ല പ്രോഗ്രസ് ഉണ്ട്. നാളെ മിക്കവാറും ICUവിൽ നിന്ന് ഇറക്കിയേക്കും. ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം അറിയാനാ. ചോദിക്കു പ്രസാദേ. ആ SI സത്യപാലൻ ആൻറ്റിയെ വിളിച്ചായിരുന്നോ? ഇല്ല. പക്ഷേ ഇന്ന് കുറച്ച് മുമ്പും ഞങ്ങൾ തമ്മിൽ കണ്ടല്ലോ. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. അപ്പുറത്തൊരു നിമിഷം മൗനം. പ്രസാദേ, എന്തോ? നീ കാര്യം പറ. പ്രസാദ് അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഉത്തരമോളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുക്കനെ പോലീസ് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ, നമുക്കും കൂടി നാണക്കേടാവുന്ന കേസായതുകൊണ്ട് തൽക്കാലം ചാർജ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അത് നടക്കുമോടാ? മീനാക്ഷിയമ്മ അവൻ പൂർത്തിയാക്കും മുമ്പ് തിരക്കി. ഹോട്ടലിന് മുകളിൽ നിന്ന് ഉത്തരമോൾ ചാടിയതല്ലേ? കന്യാകുമാരിയിൽ തമിഴ്നാട് പോലീസ് കേസെടുത്ത് കാണില്ലേ? പിന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിക്കാരെ പോലീസിൽ അറിയിച്ചിട്ടുണ്ടാവില്ലേ? അതൊന്നും ആൻറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട. കാശ് കുറച്ച് ചിലവായാലും നാണക്കേടാകാതെ ഗോകുലത്തിലുള്ളവരെ ഞാൻ രക്ഷിക്കും. അതുപോട്ടെ, കേസ് രജിസ്റ്റർ ചെയ്യാതെ പോലീസ് സൂക്ഷിച്ചിരിക്കുന്ന ആ ചെറുക്കനിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയെന്ന SI എന്നോട് പറഞ്ഞത്. എൻ്റെ സംശയം പോലെ തന്നെ ഈ ഒളിച്ചോട്ടത്തിന് പിന്നിൽ വേറെയും ചിലരുടെ കരുനീക്കങ്ങൾ ഉണ്ടായിരുന്നു. ആരുടെ? മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ ചെറുതായി പുരികം ചുളിഞ്ഞു. പേര് കേൾക്കുമ്പോൾ ആൻറ്റി എടുത്തു ചാടിയൊന്നും ചെയ്തേക്കരുത്. അതാലോചിക്കാം. നീ പേര് പറയടാ. ഒന്ന് മീരയുടെ ആങ്ങള രാജീവ്, മറ്റൊന്ന് സന്ദീപ്. ഒരുപക്ഷെ ശർമിളയും ഗോകുലുമായുള്ള വിവാഹം മുടങ്ങിയതിൻ്റെ പ്രതികാരമായി സാഗരത്തിലുള്ളവരുടെയെല്ലാം അറിവും ഇക്കാര്യത്തിൽ ഉണ്ടായോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശ്വാസം നിൽച്ചമട്ടിൽ ഒരു നിമിഷം ഇരുന്നു പോയി മീനാക്ഷിയമ്മ. ഈ കേട്ടതൊക്കെ ശരിയാക്കാനാണ് സാധ്യതയെന്ന് അവർക്ക് തോന്നി. രണ്ടു കൂട്ടർക്കും വ്യക്തിപരമായി തന്നോട് പകയുണ്ട് താനും. എന്നാലും ഭാസ്കരനും അംബികയും ഇങ്ങനെയൊന്നിന് കൂട്ടുനിൽക്കുമോ? പ്രസാദ് ബാക്കി പറയുന്നത് എന്തെന്ന് കേൾക്കാതെ മീനാക്ഷിയമ്മ ഫോൺ ഡിസ്കണക്റ്റ് ആക്കി. പിന്നെ വേഗം എഴുന്നേറ്റു. അവർ പുറത്തെത്തി കാറിൽ കയറി. ഡോർ അടയ്ക്കുന്നത് കേട്ടാണ് ഡ്രൈവർ ദാസപ്പൻ തിരിഞ്ഞു നോക്കിയത്. അയാളും വേഗം വന്ന് കാറിൽ കയറി. സാഗരത്തിലേക്ക്. ആ ശബ്ദത്തിൽ തന്നെ ദാസപ്പന് അപകടം മണത്തു. കാർ സാഗരത്തിലെത്തുമ്പോൾ പുറത്തേക്ക് വരികയായിരുന്നു ഭാസ്കരനും അംബികയും. എവിടേക്കോ യാത്രയ്ക്കൊരുങ്ങിയിരുന്നു അവർ. മീനാക്ഷിയമ്മയെ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ഞങ്ങൾ ഉത്തരമോളെ കാണാൻ തിരുവനന്തപുരത്തേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു നാത്തൂനെ. അംബിക ചിരിച്ചു. പക്ഷേ മീനാക്ഷിയമ്മയുടെ മുഖം മുറുകി തന്നെയായിരുന്നു. അവനെന്തിയെ? സന്ദീപ് ഗൗരവത്തിലാണ് മീനാക്ഷിയമ്മ തിരക്കിയത്. ഇവിടുണ്ട്. നാത്തൂൻ കയറി വാ. അംബിക ക്ഷണിച്ചു. അവർക്ക് പിന്നാലെ മീനാക്ഷിയമ്മയും അതിന് പിന്നിൽ ഭാസ്കരനും ഇരിപ്പുമുറിയിൽ കടന്നു. സന്ദീപേ, നിന്നെ ആൻറ്റി വിളിക്കുന്നു. ഭാസ്കരൻ അകത്തേക്ക് നോക്കി വിളിച്ചു. നാത്തൂനിരിക്കേ. അംബിക പറഞ്ഞെങ്കിലും അവർ ഇരുന്നില്ല. അപ്പോഴേക്കും പുഞ്ചിരിച്ചുകൊണ്ട് സന്ദീപ് ഇറങ്ങി വന്നു. അല്ല ആൻറ്റിയോ? ഉത്തരയ്ക്ക് എങ്ങനെയുണ്ട്? അതിന് മറുപടിയല്ല മീനാക്ഷിയമ്മയുടെ നാവിൽ നിന്ന് വന്നത്. സന്ദീപ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യമേ പറയാവൂ? സന്ദീപ് മാത്രമല്ല, ഭാസ്കരനും അംബികയും നെറ്റിച്ചുളിച്ചു. മീനാക്ഷിയമ്മ സന്ദീപിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഹൃദയത്തിൽ വരെ തുളഞ്ഞിറങ്ങുന്ന നോട്ടം. സന്ദീപ് ഒന്ന് പതറി. ഉത്തരമോളെയും കൊണ്ട് ആ ചെറുക്കൻ ഒളിച്ചോടുമെന്ന് നിനക്കറിയാമായിരുന്നു അല്ലേടാ? അങ്ങനെയാണ് അവർ ചോദിച്ചത്. സന്ദീപ് വിളറി. അവൻ്റെ നാവ് ഒരു നിമിഷം കൊണ്ട് വറ്റി വരണ്ടു. ആൻറ്റി, അത് പിന്നെ? ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മതി എനിക്ക്. സന്ദീപിൻ്റെ തല കുനിഞ്ഞു. അറിയാമായിരുന്നു. സന്ദീപേ, ഭാസ്കരനും അംബികയും അമ്പരന്ന് വിളിച്ചു. പക്ഷേ അതിനേക്കാൾ ഉച്ചത്തിൽ ഒരടിയുടെ ശബ്ദം. ആൻറ്റി.
കവിൾ പൊത്തിക്കൊണ്ട് സന്ദീപ് നിന്ന നിൽപ്പിൽ ഒന്ന് ഉലഞ്ഞു. നോക്ക്, മീനാക്ഷിയമ്മ കഴിച്ചുകൊണ്ടേ, ഇനി മിണ്ടണ്ട. ഈ വീടും ഞാനുമായുള്ള ബന്ധം ഇതോടെ തീർന്നു. ഇനി എൻ്റെ വീട്ടിൽ കാൽക്കുത്തുകയോ ഫോൺ ചെയ്യുകയോ പോലെ അരുത് ആരും. മൂവരോടുമായി പറഞ്ഞിട്ട് മീനാക്ഷിയമ്മ കൊടുങ്കാറ്റ് പോലെ തിരിഞ്ഞു. ആ കണ്ണുകൾ തന്നെ ചുട്ടരിക്കുമെന്ന് തോന്നി ഭാസ്കരന്. മീനാക്ഷിയമ്മയുടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ അയാൾ മകൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു വലിച്ചു. പറയടാ, എന്താ ഇതൊക്കെ? സന്ദീപിന് ഉത്തരമില്ലായിരുന്നു. ഉച്ചയ്ക്ക് മീനാക്ഷിയമ്മ ഗോകുലത്തിൽ മടങ്ങിയെത്തി. കനത്ത മുഖത്തോടെ തീന്മേശയിലെല്ലാം പകർന്നു വച്ചിരുന്നു മീര. അവർ കൈ കഴുകി ഇരുന്നപ്പോൾ അവൾ വിളമ്പാനെത്തി. വേണ്ട, എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് നിന്നെ. ആ മുഖഭാവം കണ്ട് മീര ഭയന്ന് പിന്നോട്ട് മാറി. മീനാക്ഷിയമ്മ ചീറി. നീ വലിഞ്ഞു കയറി വന്ന് ഈ വീടിന് നാണക്കേടുണ്ടാക്കിയത് പോരാഞ്ഞിട്ടാണോടി നിന്റെ ആങ്ങള ഈ ചതിക്ക് കൂട്ടുന്നത്? ഒന്നും മനസ്സിലാകാതെ മീര അന്താളിച്ചു. മീനാക്ഷിയമ്മ തുടർന്നു. നിന്റെ ആങ്ങളെയല്ല, എന്നെയും എൻ്റെ കുടുംബത്തെയും ആര് ദ്രോഹിച്ചാലും അതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത് നീയാണ്. നരകിപ്പിക്കും നിന്നെ ഞാൻ. അവർ ചോറ് വിളമ്പി കറിയൊഴിച്ച് കഴിക്കാൻ തുടങ്ങി. വായിൽ വെച്ച് കഴിക്കാവുന്നതൊന്നും ഉണ്ടാക്കത്തില്ലടേ നീ. പെട്ടെന്ന് തന്നെ പാത്രമെടുത്ത് അവർ അവളുടെ നേർക്കു മറിച്ചു. മീരയുടെ മുഖത്തും തലയിലുമെല്ലാം ചോറും കറികളും വീണു ചിതറി. കണ്ണുനീറി പുകഞ്ഞു. അമ്മേ, മീര കരഞ്ഞുപോയി. മിണ്ടരുത്. എച്ചിൽ കൈക്കൊണ്ട് അവർ അവളുടെ ഇരുക്കവളിലും മാറി മാറി അടിച്ചു. നീ കാരണം എൻ്റെ കൊച്ചുമോളെ നശിച്ചു പോയില്ലടേ. അമ്മേ തല്ലല്ല അമ്മേ, യാചിക്കുകയായിരുന്നു മീര. അവളുടെ ചുണ്ടുപൊട്ടി ചോര ഒഴുകി. എന്നിട്ടും കലി തീരാഞ്ഞ് മീനാക്ഷിയമ്മ അവളുടെ തലമുടിയിൽ പിടിച്ചു വട്ടം കറക്കി. ഒരു തള്ളും കൂടി കൊടുത്തു. മീര ചെന്ന് കസേരയിൽ അടിച്ചു വീണു, ചിതറിക്കിടക്കുന്ന ചോറിന് നടുവിലേക്ക്. ഈ പരാക്രമങ്ങൾ കാണാനോ കേൾക്കാനോ ആ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നുമില്ല താനും. ശരത്തിൻ്റെ കൂടെ രാവിലെ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ് കമല. കുട്ടികൾ സ്കൂളിലും. ഗോകുൽ 1 മണിക്കൂർ മുമ്പാണ് ബൈക്കിൽ കയറിപ്പോയത്. അടിവയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് മീര എഴുന്നേൽക്കാൻ ഭാവിച്ചു. എന്നാൽ കഴിയുന്നില്ല. വയറ്റിൽ ഒരു കൊളുത്ത് വീണതുപോലെ. മീനാക്ഷിയമ്മ വീണ്ടും ചീറി. ഇതൊന്നുമല്ലടേ എൻ്റെ ശരിക്കുള്ള സ്വഭാവം. നീ അത് കൂടുതൽ കാണാൻ പോകുന്നതേയുള്ളൂ. എൻ്റെ ഭർത്താവിന് ഒരു പുതിയ ഭാര്യയെ ഉണ്ടാക്കി കൊടുത്തവനാണ് നിൻ്റെ അച്ഛൻ. അതിന് നിന്നോട് പക തീർക്കാൻ തന്നെയാണ് ആദ്യം നീ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ കരുതിയത്. ഇപ്പോൾ നിൻ്റെ ആങ്ങളെ കൂടി അറിഞ്ഞുകൊണ്ട് ഉത്രയെയും ചതിച്ചു. ഇതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് ചോദിക്കുവേണ്ടി ഞാൻ. കൈ കഴുകി മീനാക്ഷിയമ്മ മുറി വിട്ടു. കുറച്ച് കഴിഞ്ഞാണ് മീര എഴുന്നേറ്റത്. ഈ രംഗം ഗോകുൽ വന്നു കണ്ടാൽ അവൻ ഈ തറവാട് താഴത്തേക്ക് വന്ന് മീര ഭയന്നു. അതുമാത്രമല്ല, അത് പാടില്ല. അടിവയറ്റിലെയും അതിലുപരി മനസ്സിലെയും വേദന മറന്ന് മീര തറയിൽ ചിതറിയ എച്ചിൽ തൂത്തുവാരി കളഞ്ഞിട്ട് തുടച്ചു വൃത്തിയാക്കി. അതിനുശേഷം അവളും കുളിച്ച് വേഷം മാറി. കവിളിൽ തിണർത്ത് കിടക്കുന്ന പാടുകളും ചുണ്ടിലെ പൊട്ടലും കണ്ടാൽ ഗോകുലിനോട് എന്ത് മറുപടി പറയും എന്ന കാര്യത്തിൽ മാത്രമേ അവൾക്ക് ഭയമുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് ഗോകുൽ രാത്രിയാണ് മടങ്ങി വന്നത്. അവൻ മദ്യപിച്ചിരുന്നു താനും. അത്താഴം പോലും കഴിക്കാതെ കിടക്കുകയും ചെയ്തു. മീരയ്ക്ക് ആശ്വാസമായി. മുറ്റത്തെ ലൈറ്റ് അണച്ചിട്ട് അസ്വസ്ഥനായി ഇരുളിൽ നടക്കുകയായിരുന്നു രാജീവ്. നീളൻ വരാന്തയിൽ മകൻ്റെ ഇരുണ്ട രൂപത്തിലേക്ക് നോക്കി ഇരിക്കുകയാണ് ബാമ. ഇടയ്ക്ക് നടത്തം നിർത്തി അവൻ അമ്മയോട് തിരക്കി. ഇനി അങ്ങേര് നാട് വിട്ട് കാണുമോ? കമ്പനിയിൽ നിന്ന് ആരോ ഫോൺ ചെയ്തത് അങ്ങോരോട് വിവരം പറഞ്ഞതാണ് കുഴപ്പമായത്. എന്നോട് പോലും ഒന്നും പറയാതെ വേഷം മാറി പോകുകയല്ലായിരുന്നോ? ബാമയ്ക്ക് രോഷം അടക്കാനാവുന്നില്ല. കമ്പനിയിൽ കോടതി ഉത്തരവുമായി മീനാക്ഷിയമ്മ എത്തിയെന്ന് അറിഞ്ഞ ഉടനെ പോയതാണ് അനിരുദ്ധൻ. സെൽഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്നാണ് മറുപടി കിട്ടിയത്. എപ്പോഴാണേലും ഇങ്ങ് മടങ്ങി വരട്ടെ. ഇനി അങ്ങേർക്ക് മാപ്പില്ല. പല്ല് ഞെരിച്ചുകൊണ്ട് രാജീവ് നൃത്തം തുടർന്നു. മകൻ്റെ നിലപാടിൽ ബാമയ്ക്ക് ഭീതി തോന്നി. രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ പാടത്തിനക്കരെ പ്രകാശഗോളങ്ങൾ കണ്ടു. രാജീവ് നൃത്തം നിർത്തി. അമ്മ പോയി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ. ബാമ ഉൾവലിഞ്ഞു. കാർ മുറ്റത്ത് വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അനിരുദ്ധൻ ഇറങ്ങി. അച്ഛനിത് എവിടെ പോയിരുന്നു? ഞങ്ങൾ ഭയന്നു പോയി. ഇരുളിലൂടെ മകൻ അടുത്തു ചെന്ന് ചോദിച്ചപ്പോൾ അനിരുദ്ധൻ ഒന്ന് ഞെട്ടി. ഞാനൊരിടം വരെ. ആ, അത് പോട്ടെ. ഇനിയെങ്കിലും എവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ചിരിച്ചുകൊണ്ട് അവൻ അയാളുടെ കരം കവർന്നു. അനിരുദ്ധൻ വിറയ്ക്കുന്നുണ്ടെന്ന് രാജുവിന് തോന്നി. അച്ഛനെ കാണാൻ ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല, വാ. അവൻ അയാളെയും കൂട്ടി അകത്തേക്ക് നടന്നു. പതിവിന് വിപരീതമായി മകൻ അധികം മദ്യപിച്ചിട്ടില്ലെന്ന് അനിരുദ്ധൻ അറിഞ്ഞു. ഞാനൊന്ന് വേഷം മാറിയിട്ട്. അനിരുദ്ധൻ പരിങ്ങി. അതൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് മതി അച്ഛാ. വെളിച്ചത്തിലേക്ക് കടന്നപ്പോൾ അയാൾ ഇടങ്ങണിട്ട് രാജീവിനെ ഒന്ന് നോക്കി. ശാന്തമായ മുഖം. അനിരുദ്ധന് അല്പം ആശ്വാസമായി. തീന്മേശയിൽ 3 പേർക്കുള്ള ഭക്ഷണം വിളമ്പിയിരുന്നു. ബാമ ഭർത്താവിന് ഇരിക്കാൻ വേണ്ടി അവർ കസേര നീക്കിയിട്ട് കൊടുത്തു. ഒക്കെ പുതിയതായി തോന്നി അനിരുദ്ധന്. അയാൾക്കൊപ്പം അവർ ഇരുവരും ഇരുന്നു. ഒത്തിരി വർഷങ്ങളായി ഇങ്ങനെ ഭാര്യയും മകനും തൻ്റെ ഒപ്പം ഇരുന്ന് കഴിച്ചിട്ടെന്ന് അനിരുദ്ധൻ ഓർത്തു. അയാൾ കഴിച്ച് തീരാറായപ്പോൾ രാജീവ് കുറച്ച് ചോറ് കൂടി നീക്കിയിട്ട് കൊടുത്തു. കഴിക്കച്ചാ. വേണ്ടടാ, മതി. എൻ്റെ ഒരു സന്തോഷത്തിനല്ലേ. അവൻ ചിരിച്ചു. അനിരുദ്ധൻ അതും കഴിച്ചു. അപ്പോൾ അവൻ വീണ്ടും ചോറിട്ട് കൊടുത്തു. ഇതും കൂടി. വേണ്ട, വയറു നിറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സ് നിറഞ്ഞില്ല അച്ഛാ. പല വിധേനയും അനിരുദ്ധൻ അതും കൂടി കഴിച്ചു. രാജീവ് മേശപ്പുറത്തിരുന്ന സ്റ്റീൽ പാത്രത്തിലെ ചോറ് അതേപോലെ അനിരുദ്ധൻ്റെ പാത്രത്തിലേക്ക് മറിച്ചു. അച്ഛാ, ഇതും കൂടി. ഇത്തവണ അനിരുദ്ധൻ ശരിക്കും ഭയന്നു.
വേണ്ട, അയാൾ എഴുന്നേൽക്കാൻ ഭാവിച്ചു. പറ്റത്തില്ല. എൻ്റെ മനസ്സ് നിറയുന്നതുവരെ അച്ഛൻ കഴിക്കണം. ഈ മോൻ്റെ ആഗ്രഹമല്ലേ? അവൻ്റെ ശബ്ദത്തിൽ മാറ്റം വരുന്നത് അനിരുദ്ധന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഈ മകൻ ഉരുട്ടിത്തരാം. അവൻ ചോറിൽ കറിയൊഴിച്ച് ഉരുള ചോറെടുത്തു. വേണ്ട. എഴുന്നേൽക്കാനാഞ്ഞ അനിരുദ്ധനെ ബലമായി പിടിച്ചിരുത്തി അവൻ ആ ഉരുള വായിലേക്ക് തള്ളിക്കയറ്റി. അനിരുദ്ധൻ്റെ കണ്ണു തള്ളി. മോനെ! ഭാമിയുടെ തൊണ്ടയിൽ നിന്നൊരു നിലവിളി ഉയർന്നു. അമ്മ മിണ്ടരുത്. ക്രൂരമായ ഒരു ഭാവത്തിൽ രാജീവ് ഭാമയുടെ നേരെ തിരിഞ്ഞു. അവരുടെ കണ്ണുകളിൽ നനവിൻ്റെ തിളക്കം അവൻ കണ്ടു. ഭാമ പെട്ടെന്ന് നാവടക്കി. മകൻ വായിലേക്ക് തള്ളിക്കയറ്റിയ ചോറ് തിന്നാനും തുപ്പാനും കഴിയാതെ വിഷമിക്കുകയാണ് അനിരുദ്ധൻ. മകൻ അച്ഛനെ പട്ടിണിക്കിട്ട് കൊന്നെന്ന് നാളെ ആൾക്കാർ പറയരുത്. അതുകൊണ്ടാ. തിന്നോ, വയറു നിറച്ച്. ഉന്മാദം പിടിപെട്ടതുപോലെയായിരുന്നു രാജീവ്. അനിരുദ്ധൻ ഒന്ന് എക്കിളിട്ടു. പെട്ടെന്ന് രാജീവ് കൈ ഒന്നയച്ചു. ആ തക്കത്തിന് അനിരുദ്ധൻ ചോറ് ഇറക്കിയ ശേഷം നെഞ്ച് തടവിക്കൊണ്ട് ശ്വാസം വലിച്ചുവിട്ടു. ചുവന്നു തള്ളിയ കണ്ണുകളോടെ 2 നീർച്ചാലുകൾ ഒളിച്ചിറങ്ങി. ബലിക്കല്ലിൽ അമർത്തി പിടിച്ചിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ പാരവശ്യവും നിസ്സഹായതയും ബലഹീനതയുമെല്ലാം അനിരുദ്ധനിൽ ഭാമ കണ്ടു. സഹിക്കാനാവാതെ അവർ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. മോനെ! സംസാരിക്കാനായപ്പോൾ അനിരുദ്ധൻ്റെ അടച്ച ശബ്ദം പുറത്തു വന്നു. നിന്റെ അച്ഛനല്ലട ഞാൻ. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കൈപ്പിഴ വന്നെന്ന് വെച്ചാൽ എന്നോട് ഇങ്ങനെ ചെയ്യണോടാ? അച്ഛൻ, അവൻ പുച്ഛിച്ചു. ഏതെങ്കിലും ഒരു തന്ത ചെയ്യുന്ന കാര്യമാണോ നിങ്ങൾ എന്നോട് ചെയ്തത്? ഇതിൽ അന്യായമായിട്ട് ഉണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ലടാ. മീരയും എൻ്റെ മകൾ തന്നെയല്ലേ? നിന്നെപ്പോലെ തന്നെ അവൾക്കുമില്ലേ എൻ്റെ സ്വത്തുക്കളിൽ അവകാശം? അവൾക്ക് കൊടുത്തതുപോലെ ഒരു ഷെയർ നിനക്കും ബാക്കി വെച്ചിട്ടില്ലേ ഞാൻ? വികാര വിക്ഷോഭങ്ങളാൽ അനിരുദ്ധൻ കിതച്ചു. ഷെയർ? രാജീവ് അനിരുദ്ധൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾക്ക് കൊടുത്തതുപോലെ തന്നെ എനിക്ക് ഉണ്ടെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? അനിരുദ്ധൻ തെല്ലിപ്പതറി. ഇത്രയും കാലത്തിനിടയിൽ നീ എത്ര ലക്ഷങ്ങളാണ് തൊലിച്ചു കളഞ്ഞതെന്ന് വല്ല കണക്കുമുണ്ടോ? അപ്പോഴതാണ് കാര്യം. എല്ലാം മനസ്സിലായതുപോലെ രാജീവ് തലയാട്ടി. പക്ഷേ സമ്മതിക്കില്ല ഞാൻ. മീരയ്ക്ക് കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടിയിരിക്കണം എനിക്ക്. അവളും മീനാക്ഷിയമ്മയും ചേർന്ന് അച്ഛനെ കൊണ്ട് ബലമായിട്ട് എഴുതി വാങ്ങിച്ചതാണെന്നും പറഞ്ഞ് കേസ് കൊടുക്കണം. എന്ത് പറയുന്നു? അനിരുദ്ധനെ ആലോചിക്കാൻ ഒട്ടും സമയം വേണ്ടായിരുന്നു. അത് നടക്കത്തില്ല രാജീവിനെ. നടത്തണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അച്ഛനാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും. എന്നിട്ട് നീ എന്നെ കൊല്ലുമോടാ? എങ്കിൽ അതൊന്ന് കാണട്ടെ. അനിരുദ്ധൻ ചാടി എഴുന്നേറ്റു. നീ കൂടുതൽ കളിച്ചാൽ ബാക്കി സ്വത്തുക്കൾ കൂടി ഞാൻ അവളുടെ പേർക്ക് എഴുതി കൊടുക്കും. കാണണോ നിനക്ക്? രാജുവിൻ്റെ മുഖം കൂടുതൽ ക്രൂരമായി. കാണണം. അത് ശ്രദ്ധിക്കാതെ അവനെ തീർത്തും അവഗണിച്ച് അനിരുദ്ധൻ വാഷ് ബേസിനരികിലേക്ക് നീങ്ങി. കൈ കഴുകിയിട്ട് സ്വന്തം മുറിയിലേക്കും. രാജുവിൻ്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. തൻ്റെ വിധിയിൽ പരിതപിച്ചുകൊണ്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു മീര. അന്ന് പകലുണ്ടായ ഓരോ രംഗവും അവളുടെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. മീനാക്ഷിയമ്മ തീർത്തും തരം താണ രീതിയിൽ തന്നോട് പെരുമാറുമെന്ന് കരുതിയിരുന്നില്ല. ഭ്രാന്തായിരുന്നു അവർക്ക്. അടിവയറ്റിൽ ഇപ്പോഴുമുണ്ട് ഒരു പിടച്ചിൽ. തൻ്റെ കുഞ്ഞ് ജനിക്കും മുമ്പ് ഇത്ര യാതനകളാണ് അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ ജനിച്ചു കഴിഞ്ഞാലോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിക്കൊണ്ടിരുന്നു. കട്ടിലിൽ ഗോകുലിൻ്റെ കൂർക്കമലി കേൾക്കാം. ഈ വീട് തകർന്നു വീണാൽ പോലും അറിയാത്ത രൂപത്തിലുള്ള ഉറക്കമാണവൻ. മദ്യത്തിൻ്റെ പുളിപ്പ് നിറഞ്ഞ ഗന്ധം ഫാനിൻ്റെ കാറ്റിൽ കറങ്ങി നിൽപ്പുണ്ട്. മീരയുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് ഗോകുലിൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. നിലത്ത് പായ് വിരിച്ച് കിടന്നിരുന്ന മീര തലയുയർത്തി ഗോകുലിനെ വിളിച്ചു. ഗോകുൽ, ഫോൺ. പക്ഷേ ഗോകുൽ ഉറക്കത്തിലെന്തോ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു കിടന്നു. ഒരു നിമിഷം ചിന്തിച്ചിരുന്നിട്ട് അവൾ മേശപ്പുറത്തിരുന്ന ഫോണെടുത്ത് സ്വിച്ച് ഓഫ് ചെയ്താൻ ഭാവിച്ചു. എന്നാൽ അതിൽ തെളിഞ്ഞു നിൽക്കുന്ന നമ്പർ കണ്ടപ്പോൾ ഒരു മിന്നൽ ഹൃദയത്തിലൂടെ പാഞ്ഞുപോയി. അച്ഛൻ്റെ സെൽ നമ്പർ. റിസീവിംഗ് ബട്ടണിൽ അവൾ വിരലമർത്തി. ഗോകുലല്ലേ? അനിരുദ്ധൻ്റെ ശബ്ദം. അല്ലച്ചാ, ഞാനാ, മീരമോളാ. തുടിക്കുന്ന മനസ്സോടെ അവൾ പറഞ്ഞു. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. അച്ഛാ, മീര പിന്നെയും വിളിച്ചു. മോളെ. കാറ്റുചില്ലകളെ ഉലയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം. എന്തോ? മോള് ഉറങ്ങിയില്ലായിരുന്നോ? ശബ്ദത്തിൽ സങ്കടത്തിൻ്റെ അലിവ്. ഇല്ലച്ചാ, ഉറക്കം വന്നില്ല. അച്ഛനെന്താ ഉറങ്ങാത്തത്? ഉറങ്ങണം. ഒരു ദീർഘനിശ്വാസം. അതിനുള്ള നേരമാകുന്നതേയുള്ളൂ. ഗോകുലെന്തിയെ? ഉറങ്ങുകയാ. ഒന്ന് വിളിക്കാമോ? മുറിയിലെ ലൈറ്റിട്ടുകൊണ്ട് പലയാവർത്തി അവൾ ഗോകുലിനെ കുലുക്കി വിളിച്ചെങ്കിലും അവൻ എഴുന്നേറ്റില്ല. അവസാനം നിസ്സഹായതയോടെ അവൾ പറഞ്ഞു. ഗോകുൽ എഴുന്നേൽക്കുന്നില്ല അച്ഛാ. ബോധമില്ലാതെ കിടന്നുറങ്ങാനുള്ള മരുന്ന് അവൻ കഴിച്ചിട്ടുണ്ടാവും. മീരയ്ക്ക് മിണ്ടാനായില്ല. സാരമില്ല മോളെ, അച്ഛൻ പിന്നെ വിളിക്കാം. ഗോകുലിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ രാവിലെ പറഞ്ഞേക്കാം അച്ഛാ. അതിന് മറുപടി കിട്ടും മുമ്പ് അപ്പുറത്ത് വാതിലിൽ ശക്തിയായി മുട്ടുന്ന ശബ്ദം മീര ഫോണിലൂടെ കേട്ടു. ഒപ്പം അനിരുദ്ധൻ ഫോൺ മേശപ്പുറത്തേക്ക് വയ്ക്കുന്ന ശബ്ദവും. പക്ഷേ ഓഫ് ചെയ്തിട്ടില്ലെന്ന് മീരയ്ക്ക് മനസ്സിലായി. വാതിൽ തുറക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. അവൾ ഫോൺ കാതോട് അടുക്കി പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. സംശയത്തോടെയാണ് അനിരുദ്ധൻ ചെന്ന് വാതിൽ തുറന്നത്. മുന്നിൽ ഭാമയും രാജീവും. എന്താ? അനിഷ്ടത്തോടെ അയാൾ ഇരുവരെയും മാറി മാറി നോക്കി. പറയാം. ആദ്യം രാജീവും പിന്നാലെ ഭാമയും അകത്തു കടന്നു. അനിരുദ്ധൻ അതൊട്ടും ഇഷ്ടപ്പെടാതെ തിരിച്ചു വന്ന് കസേരയിലിരുന്നു. രാജീവ് ഇടത് കൈയിൽ പിന്നിൽ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്ന കുറച്ച് മുദ്രപത്രങ്ങളും വിവിധ ബാങ്കുകളുടെ ചെക്ക് ലീഫുകളും കുറേ വെള്ളക്കടലാസുകളും മേശപ്പുറത്ത് വെച്ചു. അച്ഛൻ ഇതിലൊക്കെ ഒന്ന് ഒപ്പിട്ട് തരണം. എന്തിന്? മറുപടി പറഞ്ഞത് ഭാമയാണ്.
എൻ്റെ മോന് ഇനിയുള്ളതെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. അനിരുദ്ധൻ നിഷേധഭാവത്തിൽ തലയാട്ടി. പറ്റണം. രാജീവിൻ്റെ ശബ്ദത്തിന് കനം കൂടി. ഇല്ലെന്ന് പറഞ്ഞില്ലേ? രാജീവ് കസേരപ്പടിയിലും മേശയിലും കൈകളൂന്നി അയാൾക്കൊരു അരികിലേക്ക് കുനിഞ്ഞു നിന്നു. എൻ്റെ കൈകൊണ്ട് മരിക്കാനാണോ അച്ഛൻ്റെ തീരുമാനം? വിളറിപ്പോയി അനിരുദ്ധൻ. മകൻ്റെ മുഖത്തെ കല്ലിച്ച ഭാവം അയാളെ ഭയപ്പെടുത്തി. അവൻ തുടർന്നു. ഇനി അച്ഛൻ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ തന്നെ ഞാൻ ആ കാര്യം അങ്ങ് നിർവഹിക്കും. നിങ്ങളുടെ കൈവിരൽ പതിപ്പിച്ചിട്ടായാലും. അനിരുദ്ധൻ ദേഷ്യത്തോടെ എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ രാജീവ് പിടിച്ചിരുത്തി. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് അനങ്ങരുത്. അനിരുദ്ധൻ കുതറി. വിടറ എന്നെ. എന്നാൽ അവൻ കൈവലിച്ച് അയാളുടെ കർണത്തൊന്ന് പൊട്ടിച്ചു. പ്രപഞ്ചം പൊടുന്നനെ നിശ്ചലമായതുപോലെ അനിരുദ്ധന് തോന്നി. മകൻ തന്നെ അടിച്ചിരിക്കുന്നു. ഒരു പിതാവിന് ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് ഈ ജന്മത്തിൽ കിട്ടാനുള്ളത്? അയാൾ ബാമയെ നോക്കി. മറ്റെവിടേക്കോ ശ്രദ്ധിച്ചു നിൽക്കുകയാണവൾ. താൻ ഒറ്റപ്പെട്ടു കഴിഞ്ഞുവെന്നും തൻ്റെ വിധി നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും അനിരുദ്ധന് ബോധ്യമായി. രാജീവ് പാനയെടുത്ത് നീട്ടി. വിറപ്പുണ്ട വിരലുകൾ കൊണ്ട് അനിരുദ്ധൻ അത് വാങ്ങി. രാജീവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഭാഗങ്ങളിലെല്ലാം അയാൾ ഒപ്പിട്ട് കൊടുത്തു. കൊള്ളാം. സന്തോഷത്തോടെ അവൻ അതെല്ലാം എടുത്തുകൊണ്ടുപോയി. അടുത്ത മുറിയിൽ ഭദ്രമായി വെച്ചിട്ട് മടങ്ങി വന്നു. തല കുഞ്ചിരിക്കുകയായിരുന്നു അനിരുദ്ധൻ. തീർത്തും ഒരു അപരിചിതയെപ്പോലെ ഭാമ നിന്നു. കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആയ നിലയ്ക്ക് ഇനി ചില സത്യങ്ങൾ ഞങ്ങളങ്ങ് തുറന്നു പറഞ്ഞേക്കാം. അപ്പോൾ മകൻ്റെ കൈകൊണ്ട് തല്ലുവാങ്ങിയെന്നുള്ള മനസ്താപം അച്ഛന് മാറിക്കിട്ടുകയും ചെയ്യും. അനിരുദ്ധൻ തലയുയർത്തിയില്ല. അമ്മ പറഞ്ഞു കൊടുക്ക്. പക്ഷേ ബാമ്മ മടിച്ചു. പറയാമേ മര്യാദയ്ക്ക്. അവൻ്റെ സ്വരം മാറിയതോടെ മകനെ നിസ്സഹായതയോടെ ഒന്ന് നോക്കിയിട്ട് ബാമ ചുണ്ടുകൾ ചലിപ്പിച്ചു. അനിരുദ്ധേട്ടൻ എന്നോട് ക്ഷമിക്കണം. രാജീവ് അങ്ങയുടെ മകനല്ല. ഇരിപ്പിടത്തിൽ നിന്നും ഷോക്ക് അടിച്ചതുപോലെ അനിരുദ്ധൻ ചാടി എഴുന്നേറ്റു. നീ എന്താ പറഞ്ഞത്? സത്യം. മുഖത്തേക്ക് നോക്കാനുള്ള കരുത്തില്ലാതെ ബാമ മറ്റെവിടേക്കോ ദൃഷ്ടികൾ മാറ്റി. അനിരുദ്ധേട്ടനുമായി പരിചയപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇവനുണ്ടായിരുന്നു. കുലടേ അലർച്ചയായിരുന്നു അത്. തറവാട് വിറക്കൊണ്ടതുപോലെ ബാമയ്ക്ക് തോന്നി. ഒപ്പം ചേടത്ത് ഒരടിയും. വട്ടം കറങ്ങി ബാമ താഴെ വീണു. കലിയടങ്ങാതെ അനിരുദ്ധൻ അവരെ കാലിയുയർത്തി ചവിട്ടി. തൊട്ടു പോകരുത് എൻ്റെ അമ്മയെ. അനിരുദ്ധന് നേരെ രാജീവ് വിരൽ ചൂണ്ടി. എന്നിട്ട് ബാമയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറിക്ക് പുറത്തു കടത്തി. ആകെ നേറി പുകയുന്നതുപോലെ അനിരുദ്ധന് തോന്നി. രാജീവ് പിന്നെയും തിരിച്ചു വന്നു. ഇത്തവണ അവൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ നിറച്ച മദ്യവും ഒരു കയറും ഉണ്ടായിരുന്നു. അവനത് രണ്ടും മേശപ്പുറത്ത് വെച്ചു. അച്ഛാ, അവസാനമായിട്ട് നിങ്ങളെ അങ്ങനെ വിളിക്കുകയാണ് ഞാൻ. ഈ മദ്യത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. അല്ലെങ്കിൽ ഈ കയർ കൊണ്ട് ഫാനിൽ കെട്ടിത്തൂങ്ങാം. രണ്ടിലൊന്ന് ഈ രാത്രി അവസാനിക്കും മുമ്പ് നടന്നിരിക്കണം. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ തന്നെ അങ്ങ് ചെയ്യും. ആരോടൊന്നും വിളിച്ചു പറയാൻ പോലും നിങ്ങൾക്കിനി അവകാശമില്ല. വാതിൽ ഞാൻ പുറത്തുനിന്ന് പൂട്ടും. വെളുപ്പിന് 5 മണിക്ക് വന്ന് തുറന്നു നോക്കും. അതിനു മുമ്പ് നിങ്ങൾ സ്വയം മരിച്ചില്ലെങ്കിൽ. അവൻ്റെ കണ്ണുകൾ മേശപ്പുറത്തിരുന്ന ഫോണിൽ പതിഞ്ഞു. അവൻ അതെടുത്ത് തറയിൽ എറിഞ്ഞുടച്ചു. ഗുഡ് ബൈ. രാജീവ് പുറത്തിറങ്ങി വാതിൽ പൂട്ടി. അനിരുദ്ധന് മിണ്ടാൻ പോലും കഴിഞ്ഞില്ല. തളർച്ചയോടെ അയാൾ കസേരയിലേക്ക് വീണു. പിന്നെ വിഷം കലർത്തിയ മദ്യത്തിലേക്കും കയറിലേക്കും മാറി മാറി നോക്കി. ഒരു ജന്മത്തിലെ ഏറ്റവും വലിയ നിസ്സഹായതയോടെ, പരാജയത്തോടെ. ഈശ്വരാ, എൻ്റെ അച്ഛൻ. ഫോണിലൂടെ എല്ലാം കേട്ട് നിൽക്കുകയായിരുന്ന മീര ഏതോ നിമിഷത്തിൽ മരവിപ്പിൽ നിന്നുണർന്ന് അലറിക്കരഞ്ഞു. അത് കേട്ട് ഗോകുലത്തിലെ പല മുറികളിലും ലൈറ്റുകൾ തെളിഞ്ഞു. ഗോകുൽ, ഗോകുൽ, എൻ്റെ അച്ഛനെ രക്ഷിക്കണം. അവർ ഗോകുലിനെ കുലുക്കി വിളിച്ചു. എന്നിട്ട് ബാത്റൂമിലേക്ക് ഓടി. പൈപ്പിൽ നിന്ന് കൈക്കുടനയിൽ വെള്ളം കൊണ്ടുവന്ന് അവൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു. ഗോകുൽ പെട്ടെന്ന് ഉണർന്നു. ഒന്നും മനസ്സിലാവാതെ അവൻ ചുറ്റും പകച്ചു നോക്കി. ഗോകുൽ, വേഗം എഴുന്നേൽക്ക്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോകും. ഗോകുൽ എഴുന്നേറ്റിരുന്നു. എന്ത് ഭ്രാന്തമേരേത്? നീ വല്ല സ്വപ്നവും കണ്ടോ? അവൻ കൈനീട്ടി വാച്ചെടുത്ത് സമയം നോക്കി. 1:30. സത്യമാണ് ഞാൻ പറഞ്ഞത്. രാജുവേട്ടനും ബാമയമ്മയും ചേർന്ന് അച്ഛനെ കൊല്ലാൻ പോകുക. ഗോകുലിന് ചിരി വന്നു. നിനക്ക് ശരിക്കും ഭ്രാന്ത് തന്നെ. അല്ല ഗോകുൽ, അല്ല. എല്ലാം ഫോണിലൂടെ കേട്ടതാണ് ഞാൻ. ഫോണിലൂടെയോ? അതെ. അവളത് പറയാൻ ഭാവിക്കുമ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. മീര ഓടിച്ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ മീനാക്ഷിയമ്മയും ശരത്തും കമലയും കുട്ടികളുമെല്ലാം ഉണ്ട്. ഏവരും അകത്തേക്ക് തുറച്ചു നോക്കി. ആരാ ഇവിടെ കിടന്നാൽ അറിയത്? മീനാക്ഷിയമ്മ നെറ്റി ചുളിച്ചു. ഞാനമ്മേ. നീ രാത്രി മറ്റുള്ളവരെ ഉറക്കത്തില്ലെന്നും ആയോടി? അതല്ല അമ്മേ, എൻ്റെ അച്ഛനെ അവർ കൊല്ലാൻ പോകുന്നു. ആര്? അമ്മയും രാജീവേട്ടനും. നിനക്കെന്താ ജോത്സ്യറിയാമോ? കമല പരിഹസിച്ചു. അല്ല ഏട്ടത്തി, സത്യമാ. ഒക്കെ ഞാൻ കേട്ടതാ. മീര ഏങ്ങലടിച്ചു. അതിനിടെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. മീനാക്ഷിയമ്മയും ശരത്തും കമലയും പരസ്പരം നോക്കി. ഗോകുലിനും കാര്യത്തിൻ്റെ ഗൗരവം ഇപ്പോഴാണ് പിടികിട്ടിയത്. അവൻ ഫോണെടുത്ത് റിസീവ്ഡ് കോൾ പരിശോധിച്ചു. അവസാനം വന്നിരിക്കുന്നത് അനിരുദ്ധനങ്ങളുടെ നമ്പറാണ്. അമ്മേ, എൻ്റെ അച്ഛനെ രക്ഷിക്കണം. ഞാൻ കാല് പിടിക്കാം. പോലീസ് സ്റ്റേഷനിലെങ്കിലും ഒന്ന് അറിയിക്കേ. മീര അവരുടെ കാൽക്കൽ കുത്തിയിരുന്നു. മീനാക്ഷിയമ്മ പിന്നോട്ട് മാറി. ഗോകുൽ, നീ ആ ഫോണിങ് തന്നേടാ. അവനത് നൽകി. സംഗതി നേരാണെന്ന് മീനാക്ഷിയമ്മയ്ക്കും ബോധ്യമായി. അതോടെ അവരുടെ മുഖം തെളിഞ്ഞു. അങ്ങനെ ചാകാനാണ് അനിരുദ്ധൻ്റെ വിധിയെങ്കിൽ അത് നടന്നിരിക്കണം. അവൻ്റെ മരണം എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. അമ്മേ. ഗോകുൽ പൂർത്തിയാക്കും മുമ്പ് അവർ തടഞ്ഞു. മിണ്ടി പോകരുത്. ഒപ്പം മീരയെയും ഗോകുലിനെയും അകത്തേക്ക് തള്ളി മീനാക്ഷിയമ്മ വാതിൽ വലിച്ചടച്ചു. നിന്റെ തന്ത ചാകണം. അവർ കൊല്ലണം. അവൻ്റെ ശവം കാണുമ്പോഴും നിന്നെ ഞാൻ അവിടേക്ക് വിടത്തില്ലടേ.
മീര ആർത്ത് കരഞ്ഞ് ഗോകുലിനെ നോക്കി. ഗോകുലേ, അവന് വിഷമവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി. അമ്മേ, മര്യാദയ്ക്ക് വാതിൽ തുറക്ക്, ഇല്ലെങ്കിൽ ഞാനിത് ചവിട്ടിപ്പൊളിക്കും. നിനക്കാവുമെങ്കിൽ ചെയ്തോടാ. മറ്റുള്ളവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് മീനാക്ഷി അമ്മ അവൻ്റെ സെൽഫോണുമായി തിരിച്ചു നടന്നു. ഗോകുൽ കുറേ നേരത്തോളം വാതിൽ തള്ളിയും ചവിട്ടിയും ഒക്കെ നോക്കി. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. മീരേ, ഇനി എന്തു ചെയ്യും? തറയിൽ ചലനമില്ലാതെ കിടക്കുകയായിരുന്നു മീര. പേരെടുത്ത് വിളിച്ചുകൊണ്ട് അവൻ മീരയെ കുലുക്കി. കഥ തുടരും.